Hi dear, it's me Anshi from MS Solution. ഇനി എന്തിന് വേറെ സൊല്യൂഷൻ. അപ്പോൾ മക്കളെ നമ്മുടെ കെമിസ്ട്രി ഓണപ്പരീക്ഷ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യ പൊന്നുമക്കൾക്ക് എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ടാവും. നമ്മൾ നല്ല അടിപൊളിയായിട്ട് തന്നെ പരീക്ഷ എഴുതിയിട്ടുണ്ടാവും. നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസേ വന്നിട്ടുള്ളൂ, നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻസേ വന്നിട്ടുള്ളൂ. സർ അതിൽ 2-3 ക്വസ്റ്റ്യൻസ് ചെറിയൊരു ഡിഫിക്കൽട്ട് തോന്നിയില്ലേ? പ്രശ്നമില്ലടാ, പ്രശ്നമില്ല. ചെറുതായിട്ടൊരു പാറ്റേൺ ഒന്ന് മാറിയുന്നുള്ളൂ. 2-3 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ചെറുതായിട്ടൊരു കടികട്ടിയാക്കിയിട്ടുണ്ട്. ബാക്കിയൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസാ, ബാക്കിയൊക്കെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ എക്സാം പേപ്പർ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെ ഒന്നാമത്തെ ചാപ്റ്ററിൽ 2ാമത്തെ ചാപ്റ്ററിൽ വളരെ വെയിറ്റേജ് കൂടുതൽ തന്നെയായിരുന്നു. 3ാമത്തെ ചാപ്റ്ററിൽ ബോണ്ടിങ്ങിന്റെ കുറച്ച് ഇക്വേഷൻസ് ചോദിച്ചിട്ടുണ്ട്. സർ ഡോട്ട് ഡയഗ്രം അല്ലാതെ വന്നിട്ടില്ല, പക്ഷെ എന്നാലും എന്തുണ്ട്, ചെറിയൊരു ഇക്വേഷൻ, ഇലക്ട്രോണെ വിട്ടുകൊടുക്കുന്നതും ഇലക്ട്രോണെ വാങ്ങുന്നതും ഏത് ചാർജസ് ആണെന്നൊക്കെ ചോദിച്ചിട്ടുള്ളൂ. സർ സിമ്പിൾ ആയിരുന്നു. നോബൽ ഗ്യാസിന്റെ ഒരു അതിപ്രസരണം തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? പിന്നെ ഐസോടോപ്പ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ലാതെ നമ്മൾ പറഞ്ഞു വെച്ച പോലെ തന്നെ ഐസോടോപ്പും വന്നിട്ടുണ്ട് മക്കളെ. അങ്ങനെയാണെങ്കിൽ ഓരോരോ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തത് ശരിയാണോ എന്ന് നോക്കിയാലോ? റെഡി അല്ലടാ? ഇന്ന് ഓരോരോ ക്വസ്റ്റ്യൻസ് നോക്കാം മക്കളെ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ പഠിച്ച ക്വസ്റ്റ്യനാ, ഫിൽ ഇൻ ദ റിലേഷൻഷിപ്പ് ആണ്. അഥവാ പ്ലാനറ്ററി മോഡൽ നമ്മുടെ റുദർഫോർഡ് ആണ്. പ്ലം പുഡിംഗ് മോഡൽ ആരാന്നാ ചോദിച്ചത്? പ്ലാനറ്ററി മോഡൽ റുദർഫോർഡ് ആണ്. സൗരയൂഥ മാതൃക റുദർഫോർഡ് ആണെന്ന് നമുക്കറിയാം. പ്ലാനറ്ററി മോഡൽ റുദർഫോർഡ്. പ്ലം പുഡിംഗ് മോഡൽ ആരാടാ? നമ്മളെ JJ തോംസൺ ആണ് സർ. JJ തോംസൺ. റെഡി ആണല്ലോ? നമ്മളെ JJ തോംസൺ എന്ന് എഴുതി വെച്ചാൽ 1 മാർക്ക് അവിടെ കിട്ടിയിട്ടുണ്ടാവും. പ്ലം പുഡിംഗ് മോഡൽ JJ തോംസൺ. വെരി ഗുഡ് ആണ്, സെറ്റ് ആണ് സർ. എങ്കിൽ അതൊക്കെ നമുക്ക് കിട്ടി. എങ്കിൽ അടുത്തത് എന്താ? എ ഫ്യൂ സ്റ്റേറ്റ്മെന്റ് ആർ ഗിവൺ. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഇന്നലെ കൃത്യമായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് പഠിച്ചതാ. സ്റ്റേറ്റ്മെന്റ് വരുമെന്ന് മാഷ് പറഞ്ഞിരുന്നു. സ്റ്റേറ്റ്മെന്റ് മെന്റലി അറേഞ്ച് ദ എലമെന്റ്സ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ആറ്റോമിക് മാസ്. മെന്റലീവ് മാസ് എന്ന് ആലോചിച്ചാൽ മതി എന്ന് മാഷ് പറഞ്ഞതാ. മെന്റലീവ് മാസ് അഥവാ മെന്റലീവ് ആറ്റോമിക് നമ്പർ, അതായത് പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കി നമ്മൾ എന്തിനാ ഇമ്പോർട്ടൻസ് കൊടുത്തതാ? ആറ്റോമിക മാസിന് തന്നെയായിരുന്നു സർ. അപ്പൊ അത് ശരിയല്ലേ? ഓ ശരിയാണ് മക്കളെ, ശരിയാണ്, അത് ശരിയാണ് സർ. എങ്കിൽ അടുത്തത് എന്താ? അടുത്ത ക്വസ്റ്റ്യൻ, മെന്റലി ഡിസൈൻ ദ പീരിയോഡിക് ടേബിൾ ഓൺ ദ ബേസിസ് ഓഫ് ആറ്റോമിക് നമ്പർ. മെന്റലി പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കിയത് ആറ്റോമിക നമ്പറിനാണെന്ന് പറഞ്ഞു സർ. തെറ്റാണ്, അത് തെറ്റാണ്. എങ്കിൽ അത് തെറ്റാണ്. എങ്കിൽ അടുത്ത എന്താ? മോസ്ലി ഡിസൈൻ ദ പീരിയോഡിക് ടേബിൾ ഓൺ ദ ബേസിസ് ഓഫ് ആറ്റോമിക് നമ്പർ. ഹെൻറി മോസ്ലി എന്തിനാണ് ഇമ്പോർട്ടന്റ് കൊടുത്തത്? ആറ്റോമിക നമ്പറിനല്ലേ സർ? അതാണ് ആറ്റോമിക നമ്പറിനാണ്. അടുത്ത പോയിന്റ് എന്താ? there are 8 groups and 7 periods. കഴിഞ്ഞില്ല മക്കളെ, നമ്മൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പഠിച്ചതാണ്. 18 ഗ്രൂപ്പും 7 പീരിയഡും. അപ്പൊ സർ 8 ഗ്രൂപ്പും 7 പീരിയഡും നമ്മളെ കുറച്ച് കൺഫ്യൂസ് ആക്കാൻ വേണ്ടി ഇട്ടതാ. പക്ഷെ നമ്മൾ എന്ത് ചെയ്തിരിക്കണേ, നമ്മൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ 4ാമത്തതും തെറ്റാണ്, 2ാമത്തും തെറ്റാണ്. അപ്പൊ ശരിയുള്ളത് ഏതൊക്കെയാടാ? 1ഉം 3ഉം ശരിയാണ് മക്കളെ. 1ഉം 3ഉം ശരിയാണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഉത്തരം എഴുതി വെക്കണം. സ്റ്റേറ്റ്മെന്റ് 1 and 2 കറക്റ്റ് അല്ല. സ്റ്റേറ്റ്മെന്റ് ഓൺലി ദ സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ്. അതൊന്നുമല്ല സർ. സ്റ്റേറ്റ്മെന്റ് 1 and 3 ഈസ് കറക്റ്റ് ആണ്. 1ഉം 3ഉമാണ് കറക്റ്റ്. എഴുതി വെച്ചാൽ മാർക്ക് കിട്ടി. 2 മാർക്ക് നമ്മളെ പോക്കറ്റിൽ ഇരിക്കും. സിമ്പിളാ. കൺസെപ്റ്റ് മനസ്സിലാക്കി കാണാപ്പാടം പറ്റൂല. നമ്മൾ ഫസ്റ്റേ പറഞ്ഞിരുന്നു, കൺസെപ്റ്റ് അറിഞ്ഞാലേ എഴുതാൻ പറ്റുള്ളൂ. റെഡി ആണല്ലോ? എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോവിങ്. 1 മാർക്കേ ഉള്ളൂ മക്കളെ. ഇപ്രാവശ്യം നമ്മുടെ സമഗ്ര ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ തന്നെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തതാണ്. മാച്ച് ദ ഫോളോവിങ് 1 മാർക്കേ ഉള്ളൂ. നമ്മളെ ശിവൻകുട്ടി സാർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാച്ച് ദ ഫോളോവിംഗ് ഇനി 3 മാർക്കും 4 മാർക്കൊന്നുമില്ല, 1 മാർക്കേ കിട്ടൂ. എങ്കിലേടാ നോക്കിക്കോ, കറക്റ്റ് ആയിട്ടുള്ളത് ഇത് 3 കൺസെപ്റ്റ് അറിഞ്ഞാലേ കിട്ടുള്ളൂ. എങ്കിൽ ഏതാടാ? നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കുക. വില്യം ക്രൂക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് ആണ്. സോ സിമ്പിൾ സെൽ. വില്യം ക്രൂക്സ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് ആണ്. റുദർഫോർഡ് നമുക്കറിയാം ഗോൾഡൻ ഫോയിൽ എക്സ്പെരിമെന്റ് അല്ലേ സർ? അത് തന്നെ റുദർഫോർഡ് ഗോൾഡൻ ഫോയിൽ എക്സ്പെരിമെന്റ്, വില്യം ക്രൂക്സ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ്. അപ്പൊ നീൽസ് ബോർ എന്താണ് സർ? ബോറിന്റെ ആറ്റം മോഡൽ നമുക്കറിയാം ഓർബിറ്റൽസ് അഥവാ എനർജി ലെവൽസ് എന്ന് ബോർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന്റെ മക്കൾ ആ പോയിന്റ്സ് മറന്നോ? ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിന് ചുറ്റും ഷെൽസ് ഉണ്ട്, ഓർബിറ്റ് ഉണ്ട്. ഇതിനെ നമ്മൾ ഊർജ്ജ നിലകൾ എന്ന് പറയും, അഥവാ എനർജി ലെവൽസ് എന്ന് പറയും. എന്നാ നോക്കിക്കോ മക്കളെ, നീൽസ് ബോർ ദ സ്റ്റേഷനറി എനർജി ലെവൽസ്. എങ്കിൽ സർ ഇതിന്റെ ഉത്തരം എന്താ വരിക? X, Y, Z എന്ന് പറഞ്ഞ 3 ആൾക്കാരുണ്ട്. ഇതിന്റെ ഉത്തരം നോക്കടാ. X എന്ന് പറഞ്ഞാൽ ആരാ വന്നത്? X എവിടെ? ഒന്നുകൊണ്ട് പോട്ടെ, കാണുന്നില്ല. ഓക്കെ, X എന്ന് പറഞ്ഞാൽ നീൽസ് ബോർ. വില്യം ക്രൂക്സും നീൽസ് ബോറുടെ സ്റ്റേഷനറിയും. X എന്ന് പറഞ്ഞാൽ Q അല്ലേടാ? Q ആണോ? X എന്ന് പറഞ്ഞാൽ Q ആണ്. സോ സിമ്പിൾ സർ. Y എന്ന് പറഞ്ഞാൽ RL അല്ലടാ? Y എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ്. Z എന്ന് പറഞ്ഞാൽ PN അല്ലടാ? അപ്പൊ ഓപ്ഷൻ A എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ മാർക്കായി. 3 മാർക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആണ് സർ. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? നോക്കിക്കോളൂ. ഇവിടെ സ്റ്റേറ്റ്മെന്റ് ആണ് ഗായ്സ് വന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതാ A സ്റ്റേറ്റ്മെന്റ്. ഇവിടെ A ഉണ്ട്, റീസൺസ് ആറും. ഫസ്റ്റത്തെ ഒരു കാരണമാണ്. ഒരു A എന്ന് പറഞ്ഞ സംഭവത്തിന്റെ റീസൺ ആണ് രണ്ടാമത് കൊടുത്തിട്ടുള്ളത്. വളരെ സിമ്പിളാ. A എന്ന് പറഞ്ഞത് എലമെന്റ് ഓഫ് സോഡിയം the extreme left of the third period.
ഫ്രം ആൻ അയോണിക് കോമ്പൗണ്ട് വിത്ത് ക്ലോറിൻ. അതായത് ഒന്നുമില്ല, ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ, നിങ്ങൾ നോക്കിയാൽ മതി. അഥവാ അത് എവിടെ സോഡിയം ആണ്, സോഡിയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം Na ആണ്, ക്ലോറിൻ എന്ന് പറഞ്ഞാൽ ആറ്റോമിക് നമ്പർ 17 ആണ്, Na എന്ന് പറഞ്ഞാൽ 11 ആണ്. അതാണ് ക്വസ്റ്റ്യൻ എന്നുള്ളത്. എക്സ്ട്രീം ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഫസ്റ്റത്തെ എന്ന് പറയുമ്പോൾ ഇവന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ചെയ്ത് നോക്കടാ, 2 8 1 ആണ്. അവസാനത്തെ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ വന്നത് കൊണ്ട് നമുക്ക് ഇവൻ എന്ത് പറയാം, ഒന്നാമത്തെ ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ് ആര്, നമ്മുടെ സോഡിയം എന്ന് പറയാം. അപ്പോൾ ഓക്കെടാ, ഒന്നാമത്തെ സെറ്റാണ് നമുക്ക് കിട്ടി. അയോണിക് കോമ്പൗണ്ട് വിത്ത് ക്ലോറിനുമായിട്ട് ഉണ്ടാവും. കാരണം എന്താ പറയാൻ ചോദിച്ചാൽ നമ്മൾ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക, Na ആറ്റോമിക് നമ്പർ 11 ആണ്, ക്ലോറിന്റെ ആറ്റോമിക് നമ്പർ 17 ആണ്. Nന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 2 8 1 എന്ന് കിട്ടും, ക്ലോറിന്റെതോ 2 8 7 എന്നാണ്. ഇവിടുത്തെ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ നമ്മൾ Na എന്തായിട്ട് മാറും, സ്റ്റേബിൾ ആയിട്ട് മാറും, ഒക്ടേറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ആയിട്ട് മാറും. ഈ ഒന്ന് നേരെ നമ്മളെ ക്ലോറിന് കിട്ടിയാൽ ഇവനും എന്തായി മാറും, പുതിയ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 2 8 8 ആയിട്ട് മാറും, ഇവനും സെറ്റ് ആവും. അങ്ങനെയെങ്കിൽ സർ അവരൊരു കോമ്പൗണ്ട് ഉണ്ടാക്കാൻ പറ്റും, അയോണിക് കോമ്പൗണ്ട് ഉണ്ടാക്കാൻ പറ്റും. സർ സിമ്പിൾ, അത് ശരിയാണ്. എങ്കിൽ റീസൺ നോക്കടാ, റീസൺ എന്താ പറഞ്ഞത്, കാരണം പറയാണ് ഇലക്ട്രോൺ ഗെയിൻലി എൻതാൽപ്പി ഹൈ ഫോർ ദ 7th ഗ്രൂപ്പ് എലമെന്റ്. ശരിക്കും അത് കറക്റ്റ് ആണ്, പക്ഷേ എയുടെ റീസൺ അല്ല ആർ എന്ന് പറഞ്ഞാൽ, ബി എന്ന് പറഞ്ഞാൽ. അപ്പൊ എന്താണ്, എയും ആറും കറക്റ്റ് ആണ് സർ, അത് രണ്ടും ശരിയാണ്. 17ാമത്തെ ഗ്രൂപ്പിലാണ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി കൂടുതൽ. ഓക്കെ, സെറ്റ് ആണ്. എങ്കിൽ ബട്ട് ആർ റീസൺ ഈസ് നോട്ട് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. എക്സ്പ്ലനേഷൻ എന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഒന്നും അല്ല അറിയാം, അവിടെ എ എവിടെ കിടക്കുന്നു, ആർ എവിടെ കിടക്കുന്നു. അപ്പൊ അങ്ങനെ മനസ്സിലാക്കി എഴുതിയാൽ അതാണ് കൺസെപ്റ്റ് മനസ്സിലാക്കാതെ പരീക്ഷ പറ്റൂല എന്ന് പറഞ്ഞത് ഇതാണ്. റെഡിയാണല്ലോ മക്കളെ? ഓക്കെ സർ, അപ്പൊ ഉത്തരം എ എന്ന് വരും, ഓപ്ഷൻ എ. അപ്പൊ 4 മാർക്ക് സെറ്റ് ആണ്. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, മാംഗനീസം ഈസ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആണ്. ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് പറയുമ്പോൾ നമുക്കറിയാം രണ്ടാമത്തെ ഗ്രൂപ്പിലെ മൂലകങ്ങൾ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പഠിപ്പിച്ചു തന്നതാണ്. നമ്മുടെ ഫാമിലിന്റെ ഗ്രൂപ്പ് ചോദിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നടാ, അതേപോലെ ചോദ്യം വന്നു. ഫാമിലിന്റെ ഗ്രൂപ്പ് പറയുമ്പോൾ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഗ്രൂപ്പിലെ മൂലകങ്ങളാണ് മക്കളെ, രണ്ടാമത്തെ ഗ്രൂപ്പിലെ മൂലകം. ഇവിടുന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നമുക്ക് നോക്കാം. രണ്ടാമത്തെ ഗ്രൂപ്പിൽ എന്ന് പറയുമ്പോൾ Mg 2 8 2 12 ആണ് Mgയുടെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. 2 8 2 എന്നാണെന്നുള്ള കാര്യം ഓർമ്മ ഉണ്ടായിക്കോട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ, ഹൗ മാംഗനീസം ഈസ് അയൺ ഫോംഡ്. മാംഗനീസം അയൺ ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എന്റെ പൊന്നു മക്കൾ മനസ്സിലാക്കേണ്ട കാര്യം വളരെ സിമ്പിളാ. Mg ആണല്ലോ, Mgയുടെ ആറ്റോമിക് നമ്പർ 12, ഏറ്റവും അവസാനം 2 ഇലക്ട്രോൺ ഉണ്ട്, അതുകൊണ്ട് ഗ്രൂപ്പ് നമ്പർ 2 എന്ന് പറയാൻ കാരണം 2 8 2 ആണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ ഇവൻ എങ്ങനെയാണ് അയോണിക് ബോണ്ട് ആയിട്ട് മാറുക അല്ലെങ്കിൽ അയോൺ ആയിട്ട് മാറുക എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാ. ഇവൻക്ക് ഒക്ടേറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ കിട്ടും, അഥവാ സ്റ്റേബിൾ ആവണം. ഇവൻ എങ്ങനെയാണ് സ്റ്റേബിൾ ആവുക ഒന്ന് ആലോചിച്ചുകൂടാ. ഈ 2 ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു സർ, ഈ 2 ഇലക്ട്രോൺ റിമൂവ് ചെയ്യുന്നു, 2 ഇലക്ട്രോണെ വിട്ട് കൊടുക്കുന്നു സർ. സോ സിമ്പിൾ, 2 ഇലക്ട്രോണെ വിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ വരിക, 2+ ആയിട്ട് മാറുന്നു. 2+ ഇലക്ട്രോൺ, 2 ഇലക്ട്രോണെ വിട്ട് കൊടുത്താൽ മാംഗനീസ് എന്തായിട്ട് മാറൂടാ, മാംഗനീസ് അയൺ ആയോ, മാംഗനീസ് അയൺ ഫോം ആവുന്നു സർ. സോ സിമ്പിൾ, ഇതൊക്കെ നമുക്കറിയാം. ഇതിന്റെ ഒക്ടേറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ആലോചിച്ച് വെച്ചാൽ മതി, സിമ്പിൾ ആണ്. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താ, റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ഫോർമേഷൻ ഓഫ് മാംഗനീസ്. എന്താണ് റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ക്വസ്റ്റ്യനോടെ ഓക്കെ. റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നോക്കിക്കോ, ശ്രദ്ധിച്ചു വെച്ചോ. Mgൻ്റെതാണ്, Mgൻ്റെ ആറ്റോമിക് നമ്പർ നമുക്കറിയാം 12 ആണ്. ഇവന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 2 8 2 ആണ്. എന്താ അവിടെ സംഭവിക്കുക ചോദിച്ചാൽ +2 2+ ആയിട്ട് മാറുന്നു. അപ്പൊ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ചെയ്താൽ പറയുമ്പോൾ Mg +2 ആണ്, 2+ ആണ്. ഓക്കെ അല്ലേ? നമ്മളെ ഇക്വേഷൻ Mg എവിടെ പോയി, ഓക്കെ Mg 2+ ആണ് സർ. പ്ലസ് എന്താണ് Mg എന്തായിട്ട് മാറുന്നുണ്ട്, പ്ലസ് ഇലക്ട്രോൺ 2+ ഇലക്ട്രോൺ ആയിട്ട് മാറുന്നുണ്ട് എന്നുള്ള കാര്യം എന്ത് ചെയ്യടാ, ഓർമ്മ ഉണ്ടായിക്കോട്ടെ. 2 ഇലക്ട്രോണെ വിട്ട് കൊടുത്തിട്ട് അവൻ എന്തായിട്ട് മാറുന്നു, 2 ഇലക്ട്രോണെ വിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവൻ സ്റ്റേബിൾ ആയിട്ട് മാറും എന്നുള്ള കാര്യം എന്തായിക്കോട്ടെ, ഓർമ്മ ഉണ്ടായിക്കോട്ടെ ഗായ്സ്, ഓർമ്മ ഉണ്ടായിക്കോട്ടെ. ഓക്കെ, അപ്പൊ അതും കഴിഞ്ഞു മക്കളെ, അതും കഴിഞ്ഞു. അടുത്തത് എന്താണ്, ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് 4 എലമെന്റ്സ് ആർ ഗിവൺ. അതായത് 6ലെ എ ക്വസ്റ്റ്യൻ ആണ്. 4 മൂലകങ്ങളുടെ എന്തെന്നുണ്ട ഇലക്ട്രോൺ കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട്. സിമ്പിൾ സർ. ഇതിന്റെ ക്വസ്റ്റ്യൻ എന്താ, വിച്ച് ഓഫ് ദീസ് എലമെന്റ്സ് ബിലോങ് ടു ദ സെയിം ഗ്രൂപ്പ്. നമ്മൾ ഇന്നലെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണിത്. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വരുമെന്ന് പ്രഡിക്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആയിട്ട് സെയിം ഗ്രൂപ്പിലും സെയിം പീരീഡിലും ഉൾപ്പെടുന്ന ആൾക്കാർ ആരൊക്കെ. അതിന്റെ മുന്നേ പിന്നെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നോക്കണ്ടേ. P27 ആണ്, P27 2 7 ഉണ്ട്, അയ്യോ 2 7 2 8 എത്ര
2 8 1 ഉണ്ട്. പിന്നെ അടുത്തത് എത്രടാ 2 8 8 1 അല്ലേ, സിമ്പിൾ ആയിട്ട് 2 8 8 1 ഉണ്ട്. അടുത്തതുണ്ട് ഗായ്സ് 2 5 ഉണ്ട്. ഓക്കെ സിമ്പിൾ. സെയിം ഗ്രൂപ്പിലുള്ള പെടുന്ന ആൾക്കാർ ആരൊക്കെ ചോദിച്ചാൽ സെയിം ഗ്രൂപ്പ് ചോദിച്ചാൽ നമ്മൾ ഗ്രൂപ്പിൻ എല്ലാത്തിൻ്റെയും ഗ്രൂപ്പ് കണ്ടെത്തണം. കണ്ടെത്തിക്കൂടെ. അവസാനം 7 ഇലക്ട്രോണുകളാണെങ്കിൽ ഉത്തരം വരും 17. 10 കൂട്ടിയാൽ 17. അവസാനം 1 ഇലക്ട്രോൺ ആണെങ്കിൽ 1 തന്നെ വരുള്ളൂ. അവസാനം 1 ഇലക്ട്രോൺ ആണ് ഇവിടെയും 1 ആണ്. അവസാനം 5 ഇലക്ട്രോൺ ആണെങ്കിൽ ഉത്തരം വരും 15. സോ സിമ്പിൾ സർ. അപ്പൊ സെയിം ഗ്രൂപ്പിൽ ആരൊക്കെ ഉണ്ട് അവിടെ? ഇവിടെ നമ്മൾ ആരൊക്കെ വരാം? ക്യൂവും വരും. ക്യൂ അല്ല സോറി 2 8 2 എവിടാ 2 8 2 2 8 8 2 ആണോ? ഓക്കെ ഒരു മിനിറ്റ് എങ്ക പോച്ചു ക്വസ്റ്റ്യൻ. ഓക്കെ നോക്കിക്കോ ഇവിടെ തന്നെയാണ് സെറ്റ് ആക്കുക. നമുക്ക് ഇവിടെ തന്നെയാണ് സെറ്റ് ആക്കിക്കോ. സിമ്പിളായിട്ട് മക്കളെ നോക്കിക്കോ. അതായത് ഇവന്റെ ഗ്രൂപ്പ് നമ്പർ ചോദിച്ചാൽ 7 ആയതുകൊണ്ട് 17 എന്ന് വരും. ഇവന്റെ ഗ്രൂപ്പ് നമ്പർ ചോദിച്ചാൽ 2 ആയതുകൊണ്ട് 2 എന്നേ വരുള്ളൂ. ഇവന്റെ ഗ്രൂപ്പ് നമ്പർ അവസാനം 1 ആയതുകൊണ്ട് 1 തന്നെ. ഇനി ഇവിടെ നോക്കടാ, ഏറ്റവും അവസാനം നോക്കടാ 2 ആണ് ഗ്രൂപ്പ് നമ്പർ വരിക സർ. അപ്പൊ സെയിം ഗ്രൂപ്പിൽ പെടുന്ന ആൾക്കാർ ആരൊക്കെ ചോദിച്ചാൽ ക്യൂവും ഉണ്ടാവും എസും ഉണ്ടാകും സർ. കിട്ടി, 1 മാർക്ക് കിട്ടി. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? സെയിം പീരിയഡ് എന്ന് പറയുമ്പോൾ എത്ര ഷെൽസ് ഉണ്ട്? ഹൗ മെനി ഷെൽസ് എത്തണം? നമ്പർ ഓഫ് ഷെൽസ് നോക്കിയാൽ ഉത്തരം കിട്ടും സർ. നമ്പർ ഓഫ് ഷെൽസ് എത്ര നോക്കിയാടാ? പറയടാ. ഇവിടെ ആകെ 1 2 ഉള്ളൂ. 2 ഷെൽസ് ആണ്. അപ്പൊ 2 ആണ് പീരിയഡ്. ഇവിടെ 1 2 3 ആണ്. ഇവിടെ 3 പീരിയഡ് ഉണ്ട്. അടുത്തത് 2 പീരിയഡ് ഉള്ള ആൾക്കാർ ഇതാ കിട്ടി. പിയും ഉണ്ട് ആറും ഉണ്ട്. സോ സിമ്പിൾ സർ. പരിപാടി കഴിഞ്ഞു. ഷെൽ നമ്പറുകൾ എത്രയാണ്? പീരിയഡ് നമ്പർ സെയിം ആയിട്ടുള്ള ആൾക്കാർ ആരൊക്കെ? അവർ 2 കിട്ടടാ. പിയും ആറാണ് ഉത്തരം. റെഡി. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് 4 എലമെന്റ്സ് ആർ ഗിവൺ. താഴെ 4 ആൾക്കാർ തന്നിട്ടുണ്ട്. സിമ്പിൾസ് ആർ നോട്ട് റിയൽ. എല്ലാ പരീക്ഷ പേപ്പറിലും കാണുന്നതാണ്. പ്രതീകം യാഥാർത്ഥ്യമല്ല. എടാ ക്വസ്റ്റ്യൻ 2 8 8 2 8 1 2 8 8 1 2 5 വിച്ച് ഈസ് എമംഗ് ഓഫ് ദി നോബൽ ഗ്യാസ്. ഇന്നലെ നമ്മൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പഠിച്ചതാണ്. ഉത്കൃഷ്ട വാദങ്ങളെ മനസ്സിലാക്കണം. എടാ അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ അവനെ നമുക്ക് മനസ്സിലാക്കാം ഇവനൊരു നോബൽ ഗ്യാസ് ആണ്. എങ്കിൽ ഇവനെ ആരാടാ? നോബൽ ഗ്യാസ് എന്ന് പറയുമ്പോൾ എ ആണ് ഉത്തരം വരിക. അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഈസ് ഫിഫ്ത്ത് ഗ്രൂപ്പ് എലമെന്റ്. 15ാമത്തെ ഗ്രൂപ്പിലെ മൂലകങ്ങൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ എടാ ഡി ഒന്ന് നോക്കടാ. അവസാനത്തെ ഷെല്ലിൽ 5 ഇലക്ട്രോണുകൾ വന്നാൽ 5ന്റെ കൂടെ 10 കൂട്ടിയാൽ സർ ഉത്തരം കിട്ടും 15 ആണ്. അപ്പൊ ഉത്തരം ഏതാ വരിക? ഡി ആണ് സർ. ഡി ആണ്. ഗ്രൂപ്പ് നമ്പർ കിട്ടി. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ പ്രഡിക്ഷൻ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. എന്ത് തന്നെ ചെയ്താലും വരുമെന്ന് പറഞ്ഞതാണ്. കൊബാൾട്ട് 60യുടെ യൂസസ് എന്താ? ഉപയോഗം എന്താടാ? ക്യാൻസർ ട്രീറ്റ്മെന്റ് ആണ് മക്കളെ. ക്യാൻസർ ചികിത്സക്കാണ്. കൊബാൾട്ട് ക്യാൻസർ എന്ന മാഷ് കുറെ പ്രാവശ്യം പറഞ്ഞതാ. CCC എന്നുള്ളത് ക്യാൻസർ ചികിത്സക്കാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. എഴുതിക്കണല്ലോ. ഓക്കെ. അടുത്തത് ടു ഡയഗ്നോസ് അനീമിയ അയൺ എത്രടാ? അയൺ 59 ആണ്. അയൺ 59 എന്നതിന്റെ ഐസോട്ടോപ്പിന്റെ യൂസസ് ആണ്. ടു ഡയഗ്നോസ് അനീമിയ രോഗം നിർണ്ണയിക്കാൻ. അത് എഴുതി വെച്ചിട്ടുണ്ടല്ലോടാ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ 7 കഴിഞ്ഞു സർ. ഈ ഐസോട്ടോപ്പിന്റെ ഭാഗത്ത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുണ്ടാവും. ഈ ചില ക്വസ്റ്റ്യൻസ് ആണ് കാണുമ്പോഴാണ് ഭാഗം ബുദ്ധിമുട്ടായത്. പക്ഷെ വളരെ സിമ്പിൾ നമ്മൾ പഠിച്ച കൺസെപ്റ്റുകൾ വന്നിട്ടുള്ളൂ. ഡോണ്ട് വറി. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വൺ ഓഫ് ദ ബേസ് ഓഫ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ്. ഇന്നലെ തന്നെ മാഷ് പറഞ്ഞ കാഥോഡ് റേ എക്സ്പെരിമെന്റ്. കാഥോഡ് റേസിന് ചോദിക്കാതെ ക്വസ്റ്റ്യൻ പേപ്പർ കടന്നു പോകില്ല. ഇന്നലെ തന്നെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹൗ ഡിഡ് ദ ജെ തോംസൺ പ്രൂവ് ദ ഫോളോവിങ്. കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് നടത്തുന്ന നമ്മൾ ജെ തോംസൺ ഉള്ള കാര്യങ്ങൾ നമുക്ക് ഓക്കെ അതൊക്കെ സെറ്റാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ജെ തോംസൺ കണ്ടെത്തിയത് കാര്യങ്ങൾ എന്തൊക്കെ? കാഥോഡ് റേസ് അവയെ മാസ് ഉണ്ടെന്ന് പറഞ്ഞു. കാഥോഡ് റേസിന് മാസ് ഉണ്ടെന്ന് പറയാൻ കാരണം എന്തായിരുന്നു മക്കളെ? ഒന്നാലോചിച്ചു കൂടാ. കാഥോഡ് റേസിന് ഇങ്ങനെ കടത്തി വിട്ടപ്പോൾ ഇവിടെ ഒരു പാഡൽ ഉണ്ടായിരുന്നു. നമ്മളെ പൽചക്രം ഉണ്ടായിരുന്നു. ഇവൻ എന്ത് ചെയ്തടാ? ഇവന് കറങ്ങാൻ തുടങ്ങി. ഈ കറങ്ങാൻ തുടങ്ങിയപ്പോൾ നമുക്ക് മനസ്സിലായ ജെ തോംസൺ എന്ത് മനസ്സിലായടാ? നല്ല അടിപൊളിയായിട്ട് കാഥോഡ് റേസിന് എന്തുണ്ടാ? ചെറിയൊരു മാസ് ഉണ്ടെന്ന് പറഞ്ഞു. അത് എഴുതി വെച്ചിട്ടുണ്ടാവല്ലോ. റെഡി ആണല്ലോ. അടുത്ത കാഥോഡ് റേസ് അവയെ നെഗറ്റീവ് ചാർജ്. കാഥോഡ് റേന് എന്തുണ്ടാ? നെഗറ്റീവ് ചാർജ് ഉണ്ടെന്ന് പറയാൻ കാരണം ആ ഒരു ട്യൂബിൽ എന്ത് ചെയ്തടാ? കാഥോഡ് റേസിനെ കടത്തി വിട്ടപ്പോൾ ചെറുതായിട്ട് ഡിഫ്ലക്ട് ചെയ്ത് പോകാൻ തുടങ്ങി. കാഥോഡ് റേസ് ഇവിടെ പോസിറ്റീവ് സൈഡിലോട്ട് കാഥോഡ് റേസ് എന്ത് ചെയ്യാൻ തുടങ്ങിയടാ? നേരെ ഇങ്ങനെ പോകാൻ തുടങ്ങി. അപ്പൊ എന്ത് മനസ്സിലായി? ചെറിയ ഡീവിയേഷൻ പോസിറ്റീവ് സൈഡിലോട്ട് ആയതുകൊണ്ട് ഈ കാഥോഡ് റേസ് നെഗറ്റീവ് ആണെന്ന് മനസ്സിലായി. കാരണം എന്താ സർ? അതെന്താ അങ്ങനെ പറയാൻ കാരണം? അതായത് നെഗറ്റീവ് ചാർജസ് ആടാ. നെഗറ്റീവ് ഓപ്പോസിറ്റ് ചാർജസ് തമ്മിൽ എന്ത് ചെയ്യുള്ളൂ? അട്രാക്ട് ചെയ്യുള്ളൂ. അതായത് ഒരു നെഗറ്റീവ് ചാർജും പോസിറ്റീവ് ചാർജും തമ്മിലാണ് അട്രാക്ട് ചെയ്യുകയുള്ളൂ. അപ്പൊ ഇവിടെ നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് നേരെ എങ്ങോട്ട് പോയി? പോസിറ്റീവ് ചാർജിനെ കണ്ടപ്പോൾ ആ സൈഡിലോട്ട് പോയടാ. അപ്പൊ അതാണ് നമ്മൾ എന്ത് പറഞ്ഞത്?
കാഥോഡ് റേസ് അപ്പൊ മനസ്സിലായി. കാഥോഡ് റേസിന് എന്തുണ്ട്? നെഗറ്റീവ് ചാർജസ് ഉണ്ടെന്ന് നമുക്ക് ആർക്കും മനസ്സിലായടാ? നമ്മളെ ജെ തോംസൺ മനസ്സിലായി, മക്കളെ മനസ്സിലായി. റെഡി ആണല്ലോ? ഓക്കെ, അടുത്തതാ ഓൺ ദ ബേസ് ഓഫ് ഡിസ്ചാർജ് ടു ബി എക്സ്പെൻഡ്. അതിന്റെ ബി ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആ. പാർട്ടിക്കൽസ് ഇൻ ദ കാഥോഡ് റേസ് പ്രസൻസ് ഓഫ് ഓൾ സബ്സ്റ്റൻസ്. എടാ നമ്മളെ കാഥോഡിന്റെ ട്യൂബിൽ നമ്മൾ ഹൈഡ്രജനെ മാറ്റി ഹീലിയം ആക്കിയപ്പോഴും എല്ലാം നിയോണൊക്കെ ആക്കിയപ്പോഴും ഹൈഡ്രജൻ ഇത് വേറെ അനദർ ഗ്യാസസ് നിറച്ചപ്പോഴൊക്കെ ഇവർ എല്ലാവരും ഒരേ സ്വഭാവമാണ്, ഒരേ നാച്ചുറാണ് കാണിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലായതാ? കാഥോഡ് റേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾ പ്രസൻസ് ഇൻ ഓൾ സബ്സ്റ്റൻസ് ആണ്. ഈ കാഥോഡ് റേസ് എല്ലാ പദാർത്ഥങ്ങളിലും ഉണ്ട്. അവരെയാണ് ഭാവിയിൽ നമ്മൾ എന്ത് പറഞ്ഞത്? ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞത്. മക്കളെ റെഡി ആണല്ലോടാ? എങ്കിൽ അടുത്തത് കാഥോഡ് റേസ് ട്രാവലിംഗ് സ്ട്രൈറ്റ് ലൈൻ. കാഥോഡ് റേ സഞ്ചരിക്കുന്നത് നേരെയാണ്, അഥവാ ത്രൂ ദ സ്ട്രൈറ്റ് ലൈൻ, നേരേക്കിൽ സഞ്ചരിക്കുമെന്ന് പറയാൻ കാരണം എന്താ എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാ. എന്തായിരുന്നു? കാഥോഡ് റേ നേരെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ അതിന്റെ മുന്നിൽ എന്തെങ്കിലുമൊക്കെ വന്നാൽ അവിടെ ഒരു ഷാഡോ ഉണ്ടെന്ന് മനസ്സിലായി. ഷാഡോ രൂപപ്പെട്ടു, നിഴൽ രൂപപ്പെട്ടു എന്ന് എഴുതി വെച്ചാൽ മക്കളെ ആ മാർക്ക് എങ്ങോട്ടും പോകൂല. റെഡി ആണല്ലോടാ? റെഡി ആണല്ലോ? ഓക്കെ സർ, അത് സെറ്റാണ്. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കി വെച്ചോ. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പോകുന്നത്. ദ ആറ്റം ഓഫ് എക്സ് ആൻഡ് 3 ഷെൽസ്, ഇലക്ട്രോൺസ് ഇൻ 3 ഷെൽസ്. ഈ ക്വസ്റ്റ്യൻ ഇന്നലെ ക്രിസ്റ്റൽ സെറ്റ് ആയിട്ട് നമ്മൾ ലൈവിൽ പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻ ഇട്ട ക്വസ്റ്റ്യൻ ആടാ. കാണാത്ത ആൾക്കാർക്ക് മിസ്സായില്ല മക്കളെ. എടാ ഇപ്പോൾ തന്നെ സബ് ചെയ്ത് വെച്ചോളൂ. നമ്മൾ പറയുന്ന ക്വസ്റ്റ്യൻ വരും, നമ്മൾ കെമിസ്ട്രി പഠിപ്പിച്ച ക്വസ്റ്റ്യൻ എന്നുള്ളൂ. ഇന്ത്യ മക്കൾക്ക് എല്ലാം സിമ്പിൾ ആയിട്ടുണ്ടാവണം. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? എക്സ് എന്ന മൂലകത്തിന്റെ ഇലക്ട്രോൺ 3 ഷെൽസ് ആണ്, അഥവാ എക്സിലെ 3 ഷെൽസ് ഉണ്ടെന്ന് പറഞ്ഞു. നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ആർ 6 ആണ്. ഏറ്റവും അവസാനത്തെ ഷെല്ലിൽ 6 ഇലക്ട്രോണുകളാണ് ഉള്ളത് എന്നാണ് പറഞ്ഞത്. 3 ഷെൽസ് ഉണ്ട്. എത്ര ഷെൽസ് ഉണ്ട്? 3 ഷെൽസ് ആണ് സർ. അങ്ങനെയെങ്കിൽ നമുക്ക് എഴുതാലോ KLM ആണ്. വാലൻസ് ഇലക്ട്രോൺ, ഏറ്റവും അവസാനത്തെ ഇലക്ട്രോൺ എന്ന് പറഞ്ഞത് 6 ഇലക്ട്രോൺ ആണ്. ബാക്കി രണ്ടും എഴുതാൻ പറഞ്ഞാൽ 2, 8, 6 എന്ന് എഴുതുന്നു, 2, 8, 6 എന്ന് എഴുതുന്നു. സോ സിമ്പിൾ സർ. എങ്കിൽ അവന്റെ എന്താണ്? അവറായി ദ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ദ എലമെന്റ് നമ്മൾ എഴുതി 2, 8, 6 ആണ്. വിച്ച് ഫാമിലി ഓഫ് ഇലക്ട്രോൺ ഡസ് ദ ബിലോങ്? അതായത് അവസാനം 2, 8, 6 വന്നത് കൊണ്ട് 6ന്റെ കൂടെ 10 കൂട്ടിയാൽ ഉത്തരം കിട്ടും 16. 16ാമത്തെ ഫാമിലിനെ പറയുന്ന പേരെന്താ? ഫാമിലി ചോദിക്കാതെ പരീക്ഷ പേപ്പർ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരുന്നു. അതായത് ബിസീനോ എന്നാലോചിച്ചാൽ മതി. ബിസീനോ എന്ന് പറയുമ്പോൾ 13, 14, 15, 16. 16ാമത്തെ ആൾ ഏതാടാ? ഓ ആണ് കാണുന്നത് സർ. ഓ എന്ന് കണ്ടാൽ നമ്മൾ മനസ്സിലാക്കി വെച്ചോളി, അത് എന്ത് ഫാമിലിയാ? ഓക്സിജൻ ഫാമിലിയാണ് ഗായ്സ്. സെറ്റാണല്ലോ? ഇവൻ എന്താടാ? ഓക്സിജൻ ഫാമിലിയാണ് മക്കളെ, ഓക്സിജൻ ഫാമിലിയാണ്. സോ സിമ്പിൾ സർ. ഓക്കെ, അത് ഞങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. എങ്കിൽ അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. 9 കഴിഞ്ഞാൽ 10ാമത്തെ ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലോ. സിംബൽസ് ഓഫ് ദ സം എലമെന്റ്സ് ആർ ഗിവൺ. എടാ സിംബൽസ് കുറച്ച് ആൾക്കാരെ കൊടുത്തിട്ടുണ്ട്. ഇവന്റെ ക്വസ്റ്റ്യൻ സെലക്ട് ദ പെയർ ഓഫ് ഐസോബാർ. ഐസോബാറിനെ കണ്ടെത്താൻ പറഞ്ഞ് നമുക്ക് എന്താണ്? വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഐസോബാർ എന്ന് പറഞ്ഞാൽ മുകളിലത്തെ നമ്പർ സെയിം ആവും, താഴത്തെ നമ്പർ തെറ്റും, താഴത്തെ നമ്പർ മാറും. അഥവാ മാസ് നമ്പർ സെയിം ആവും, ഡിഫറെന്റ് ആറ്റോമിക് നമ്പറും ആയിരിക്കും. മാസ് നമ്പർ സെയിം ഉള്ള ആൾക്കാർ ഇവിടെ 16, 40, 17, 40, 24 2 മാസ് നമ്പർ സെയിം ആയിട്ടുള്ള ഒരാൾക്കാരുണ്ടല്ലോ. ഇവിടെ 40 ഇവിടെ 40. അപ്പൊ ആ മാസ് നമ്പർ സെയിം ആയി, പക്ഷെ ആറ്റോമിക് നമ്പർ ഡിഫറെന്റ് ആണോ നോക്കിയാൽ മതി. ഇവിടെ 19 ആണ്, ഇവിടെ 1. സോ സിമ്പിൾസ് കെയും സിയുമാണ്. കെയും സിയുമാണ്. എന്താടാ? കെയും ഇവനും വന്നു. ഇതാടാ ഐസോബാർ എന്ന് പറഞ്ഞാൽ. സർ ഉത്തരം കിട്ടി. കെ. അടുത്തതാരാടാ? സി. പരിപാടി കഴിഞ്ഞല്ലോ. CA ആണോ അല്ലേ? ഓക്കെ, നമ്മൾ CA ആണ് കാൽസ്യം. ഓക്കെ ഡൺ, കിട്ടി. ഇവിടെ 19 ആണ്, ഇവിടെ 40, ഇവിടെ 40. ഐസോബാർ കിട്ടി. റൈറ്റ് ദ റീസൺ ഓഫ് സെലക്ടിങ് ദിസ് പെയർ. ഈ ജോഡി നിങ്ങൾ തിരഞ്ഞെടുക്കാൻ കാരണം എന്താ ചോദിച്ചാൽ പറഞ്ഞു വെച്ചോളി. സെയിം മാസ് നമ്പർ ബട്ട് ഡിഫറെന്റ് ആറ്റോമിക് നമ്പർ ആണ്. സോ ഐസോബാർ എന്ന് പറഞ്ഞാൽ അതാണെന്നുള്ള കാര്യം അറിയാം. റെഡിയാണ് സർ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. ദ എലമെന്റ് ഓഫ് Q belong the 3rd period and the 13th group of periodic table. അതായത് സിമ്പിൾ ആയിട്ട് പറയുന്നു ഗായ്സ്. അതായത് Q എന്ന് പറഞ്ഞ ഒരു മൂലകം 13ാമത്തെ ഗ്രൂപ്പാണ്. എത്രാമത്തെ പീരീഡാ പറഞ്ഞത്? 3rd പീരീഡ്, 13th ഗ്രൂപ്പ്. 13ാമത്തെ ഗ്രൂപ്പും പീരീഡ് ചോദിച്ചാൽ 3ഉമാണ്. ഇന്നലെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒരു 3-4 നമ്മൾ ചെയ്തിട്ടുണ്ട് മക്കളെ. അതായത് പീരീഡ് 3 ആയത് കൊണ്ട് ഷെല്ല് വരും KLM, അഥവാ 3 ഷെല്ല് വരും. ഗ്രൂപ്പ് 13 ആയത് കൊണ്ട് അവസാനത്തെ ഷെല്ലിൽ 3 ഇലക്ട്രോണുകളായിരിക്കും. ഈ 2 കാര്യം അറിയാലോ. എങ്കിൽ ഇപ്പുറത്തേക്ക് നോക്കിക്കോടാ. 2, 8, 3 ആണ്. ആറ്റോമിക നമ്പർ 13 ആണെന്നുള്ള കാര്യം ഓർമ്മ ഉണ്ടായിക്കോട്ടെ. ഓക്കെ സർ. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? റൈറ്റ് ദ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ദ നോബൽ ഗ്യാസ് ഇൻ ദ സെയിം പീരിയഡ്. ഈ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ഇന്നലെ ചെയ്തിട്ടുണ്ട്. 3ാമത്തെ പീരിയഡിൽ ഉൾപ്പെടുന്ന നോബൽ ഗ്യാസിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. അപ്പൊ നോബൽ ഗ്യാസ് ഏതൊക്കെയായിരുന്നു? ഹേയ്, നീ ആരാ? കൃഷ്ണനോ സീതയോ രാമനോ? 3ാമത്തെ ആളാരാണ് സർ? ആർഗൺ ആണ്. ആർഗണിന്റെ ആറ്റോമിക് നമ്പർ നമുക്കറിയാം 18 ആണ്. ഈ 18ന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ചോദിച്ചാൽ 2, 8, 8 എന്ന് ഉത്തരം കിട്ടും. 2, 8, 8 എന്ന് ഉത്തരം കിട്ടും. സോ സിമ്പിൾ
സർ, ഇത് ഞങ്ങൾ എഴുതിയിട്ടുണ്ട് ഗായ്സ്. ഓക്കെ, അപ്പൊ അതിന്റെ ഉത്തരം കിട്ടി. എവിടെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതി. write the atomic number of the element in the second period that belongs to the same group of Q. സെയിം ഗ്രൂപ്പ് ഓഫ് ക്യൂവിന്റെ ഗ്രൂപ്പ് നമ്പർ 13 ആണ്, പക്ഷേ പീരിയഡ് നമ്പർ 2 പീരിയഡ് നമ്പർ 2 ആണെങ്കിൽ ഇവന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതണം. പീരിയഡ് നമ്പർ 2ഉം ഗ്രൂപ്പ് നമ്പർ 13ഉം ഇവന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ചെയ്താൽ വല്ല ബുദ്ധിമുട്ടുണ്ട്. പീരിയഡ് നമ്പർ 2 എന്ന് പറഞ്ഞ് 2 ഷെൽസേ ഉണ്ടാവുള്ളൂ സർ. ഏതൊക്കെയാണ് ആ ഷെൽസ്? കെ ഷെല്ലും ഉണ്ടാവും, എൽ ഷെല്ലും ഉണ്ടാവും. കെ ഉണ്ടാവും, എല്ലും ഉണ്ടാവും. സോ സിമ്പിൾ സർ. കെയും എല്ലും കണ്ടാൽ ഗ്രൂപ്പ് നമ്പർ 13 കിട്ടണമെന്നുണ്ടെങ്കിൽ അവസാനത്തെ ഷെല്ലിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് വരണം? 3 ഇലക്ട്രോൺസ് വരണം. തൊട്ടപ്പുറത്തെ ഷെല്ലിൽ എത്ര വരുള്ളൂ? 2 വരുള്ളൂ. അപ്പൊ 2 3 ആണ് സർ, 2 3 ആണ്. ഇനി നോക്കിക്കോടാ, 3 ഇലക്ട്രോൺ വന്നത് കൊണ്ട് നമ്മൾ 10 കൂട്ടിയാൽ ഉത്തരം കിട്ടും 13 ആണ്. പരിപാടി കഴിഞ്ഞു. സെറ്റ് അല്ലേ? ആ 2 മാർക്ക് നമ്മളെ കയ്യിൽ ഇരുന്നില്ലടാ. റെഡി അല്ലടാ 11ാമത്തത്. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ ഗൈസ്. റെഡി? സിമ്പിൾ ക്വസ്റ്റ്യനാ. write any 3 main എന്താണ് postulators of the Rutherford model atom. അഥവാ റുദർഫോർഡിന്റെ ആറ്റം മോഡലിനെ കുറിച്ച് പ്രത്യേകതകൾ എഴുതാൻ. എന്തൊക്കെയാണ് കണ്ടെത്തിയത്? അനുമാനങ്ങൾ എഴുതാൻ പറഞ്ഞാൽ എടാ നോക്കി വെച്ചോ. റുദർഫോർഡിന്റെ ആറ്റത്തിന്റെ മോഡൽ സിമ്പിൾ ആണ്. എവിടെ നീലക്കളർ എടുക്കട്ടെ. ഇത് ആറ്റം ആസ് എ സ്മോൾ ദ ഡെൻസ് ഓഫ് ന്യൂക്ലിയസ്. അഥവാ ഒരു ആറ്റത്തിന്റെ സെന്ററിൽ എന്തുണ്ടായിരുന്നുടാ? ന്യൂക്ലിയസ് ഉണ്ടായിരുന്നു. ആര് കണ്ടെത്തിയടാ? റുദർഫോർഡ് കണ്ടെത്തി. എഴുതി വെച്ചില്ലേ? വളരെ ചെറിയൊരു ന്യൂക്ലിയസ് ഉണ്ടെന്ന് കണ്ടെത്തി. ദ ഇലക്ട്രോൺസ് റിവോൾവ് അറൌണ്ട് ദ ന്യൂക്ലിയസിന് ചുറ്റും ഓർബിറ്റ് ഇലക്ട്രോൺ വളരെ സ്പീഡിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഓടിക്കളിക്കുന്നുണ്ടെന്ന്. അഥവാ റിവോൾവ് ചെയ്തിട്ടുണ്ട്. ന്യൂക്ലിയസിന്റെ ചുറ്റുമാണ് എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മൾ ഇലക്ട്രോൺസ് പ്രദക്ഷിണം ചെയ്തെന്ന് കണ്ടെത്തി. അടുത്തത് മോസ്റ്റ് ഓഫ് ദ ആറ്റം ഈസ് എംപ്റ്റി സ്പേസ് ആണ്, ശൂന്യമാണ്. അഥവാ ആറ്റത്തിലെ ഭൂരിഭാഗം ശൂന്യമാണെന്ന് ആര് കണ്ടെത്തിടാ? ശൂന്യമാണെന്ന് കണ്ടെത്തി. ഇത്രയേ ഉള്ളൂ റുദർഫോർഡിന്റെ ആറ്റം. സെറ്റ് അല്ലേ? റെഡി അല്ലടാ മക്കളെ? റെഡി അല്ലേ? ഓക്കെ, എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ ദ സ്കാൻഡിയം. ഈ ക്വസ്റ്റ്യൻ ചിലപ്പോൾ നമ്മളെ കുറച്ച് അലട്ടിയിട്ടുണ്ടാവും സർ. ഈ ക്വസ്റ്റ്യൻ ഞങ്ങൾ ചെയ്തിട്ടില്ല. സിമ്പിൾ ആയിരുന്നു. പെനൽറ്റിമേറ്റ് ഷെൽ എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾക്ക് അറിയാം. സെക്കൻഡ് ലാസ്റ്റ് ഷെൽ അഥവാ ഷെല്ലിന്റെ അവസാന ഷെല്ലിന് തൊട്ട് മുന്നിലുള്ള ഷെല്ലാണ് എൻ്റെ മക്കൾക്ക് അറിയില്ലായിരുന്ന. അപ്പൊ അത് ആലോചിച്ചാൽ പോരെ? ഒന്ന് നോക്കണം. ചെയ്ത ആൾക്കാരുണ്ടാവും. വെരി ഗുഡ്. നോക്കിക്കോ. ഇൻ ദ സ്കാൻഡിയം ലാസ്റ്റ് ഇലക്ട്രോൺ ആറ്റ് ദ പെനൽറ്റിമേറ്റ് ഷെല്ലാണ്. ഏറ്റവും അവസാനത്തെ ഷെല്ലിലാണെന്നുള്ള കാര്യം നമുക്കറിയാം. ഷെൽ ആൻഡ് ഇറ്റ് ഈസ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് 2892 ആണ്. സ്കാൻഡിയത്തിന്റെ തന്നിട്ടുണ്ട് 2892 ആണ്. അതായത് അവസാനത്തെ ഷെല്ലിന്റെ തൊട്ട് മുന്നിലുള്ള ഷെല്ലിലാണ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ, ഇലക്ട്രോൺ ഫില്ലിംഗ് നടക്കുന്നതെന്ന് പറഞ്ഞു. എങ്കിൽ എ ക്വസ്റ്റ്യൻ. റൈറ്റ് ദ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ദിസ് എലമെന്റ് ദാറ്റ് കംസ് ഓഫ് ജസ്റ്റ് ബിഫോർ ഓഫ് സ്കാൻഡിയം ആൻഡ് എലമെന്റ് ദാറ്റ് കംസ് ഓഫ് ആഫ്റ്റർ സ്കാൻഡിയം. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാനാണ്. സ്കാൻഡിയത്തിന്റെ തൊട്ട് മുന്നിലുള്ളതിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ, തൊട്ട് പിന്നിലുള്ളതിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാൻ പറഞ്ഞു. എങ്കിൽ സർ എന്താ നമ്മളോട് പറഞ്ഞത്? എടാ ഒന്നുമില്ലടാ. സ്കാൻഡിയത്തിന്റെ ആറ്റോമിക് നമ്പർ 21 ആണ്. ഇതിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ക്വസ്റ്റ്യനിലുണ്ട് 2 8 9 2 ആണ്. ടോട്ടൽ 21 എന്ന് കിട്ടും. ഇതിന്റെ തൊട്ട് മുന്നിലുള്ളത് എഴുതാൻ പറഞ്ഞാൽ ആറ്റോമിക് നമ്പർ 20 ഉള്ളത് എഴുതിയാൽ മതി. കാൽസ്യത്തിന്റെ എഴുതുന്നത് ഒന്നും നോക്കണ്ട. ആറ്റോമിക് 21 തൊട്ട് മുന്നേ എന്ന് പറയുമ്പോൾ ആരാടാ? 20 ആണ്. 20ന്റെ എഴുതാൻ പറഞ്ഞാൽ 2 8 അവസാനം 2 തന്നെ കൊടുക്കണം. കാരണം എന്താ? ഔട്ടർ മോസ്റ്റ് ഷെല്ലിന്റെ തൊട്ട് മുന്നിലുള്ള ഷെല്ലിലാണ് ഇലക്ട്രോൺ പൂരണം നടക്കുന്നത്. എങ്കിൽ ഈ 9ൽ നിന്ന് 1 കുറച്ചാൽ ഉത്തരം കിട്ടി. 2 8 8 2 ആണ്. ഇങ്ങനെ എഴുതി വെച്ചോ. ഇങ്ങനെ എഴുതി വെച്ചെങ്കിൽ കഴിച്ചിലായിടാ നമ്മളെ. അടുത്തത് 21ന്റെ അപ്പുറത്തുള്ളത് എഴുതാൻ പറഞ്ഞാൽ 22 ആയിരിക്കും. 22ന് എത്ര ഇട വരിക? 2 8. 21ന്റെ 9 ആയതുകൊണ്ട് 22ന് 10 2 എന്ന് വരും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒറ്റ കൺസെപ്റ്റേ ഉള്ളൂ. പെനൽറ്റിമേറ്റ് ഷെല്ലിലാണ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ, ഇലക്ട്രോൺ ഫില്ലിംഗ് നടക്കുന്നത്. ഇവരുടെ പ്രത്യേകത ട്രാൻസിഷൻ എലമെന്റിന്റെ പ്രത്യേകതയാണ്. നമ്മൾ ക്ലിയർ ആയിട്ട് എഴുതി പഠിച്ചതാണിത്. റെഡി ആണല്ലടാ? ഇങ്ങനെ എഴുതിക്കണമെങ്കിൽ ആ ഉത്തരം നമുക്ക് സെറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ഓഫ് ദ ഗ്രൂപ്പ് നമ്പർ ഓഫ് ദ സ്കാൻഡിയം ഓഫ് ദ ബേസ് ഓഫ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് എലമെന്റ് ദാറ്റ് കം ജസ്റ്റ് ബിഫോർ സ്കാൻഡിയം. അതായത് ശരിക്കും എന്ത് പറയാം? നമ്മൾ സ്കാൻഡിയത്തിന്റെ തൊട്ട് മുന്നുള്ളതിന്റെ കാൽസ്യത്തിന്റെ ആറ്റം ഗ്രൂപ്പ് നമ്പർ ഒക്കെ 2 എന്ന് പറയാം നമുക്ക്. പക്ഷേ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ സ്കാൻഡിയത്തിന്റെ നമ്മളെ ഗ്രൂപ്പ് നമ്പർ ചോദിച്ചാൽ 3 ആണ്. സ്കാൻഡിയത്തിന്റെ ഗ്രൂപ്പ് നമ്പർ ചോദിച്ചാൽ 3 ആണ്. ഈ 3 മുതൽ 12 വരെയുള്ള ആൾക്കാരാണ് നമ്മൾ എന്ത് പറയാ? ട്രാൻസിഷൻ എലമെന്റ് എന്ന് പറയാം. റെഡി ആണല്ലോടാ? ഇതിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നടക്കുന്ന അതിന്റെ അറേഞ്ച്മെന്റിന്റെ ഒരു കാരണം കൊണ്ടാണ് നമ്മളെ ഗ്രൂപ്പ് നമ്പർ 3 എന്ന് വരാൻ കാരണം. സ്കാൻഡിയത്തിന്റെ ഗ്രൂപ്പ് നമ്പർ 3 ആണ് മക്കളെ, 3 ആണ്. റെഡി? അടുത്ത ക്വസ്റ്റ്യൻ. വൈ ഡു നോട്ട് ട്രാൻസിഷൻ എലമെന്റ് ഷോ ദ സിമിലാരിറ്റി ഓഫ് ഗ്രൂപ്പ് ആൻഡ് പീരിയഡ്? വൈ ഡു ട്രാൻസിഷൻ എലമെന്റ് അഥവാ സംക്രമണ മൂലങ്ങൾ ഗ്രൂപ്പിലും പീരിയഡിലും സാമ്യത സിമിലാരിറ്റി കാണിക്കാൻ കാരണം എന്താ ചോദിച്ചാൽ അതിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ തന്നെയാണ്. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ അറേഞ്ച്മെന്റ് ആണ്. അതായത് നമ്മളിപ്പോൾ പഠിച്ച കാര്യം തന്നെ. അത് അവസാനത്തെ ഇലക്ട്രോൺ കോൺഫിഗറേഷനിലെയും തൊട്ട് മുന്നിലുള്ള ഇലക്ട്രോൺ കോൺഫിഗറേഷനിലെയും നമ്പർ തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യാൻ കാരണം അതിന്റെ പെനൽറ്റിമേറ്റ് ഷെല്ലിലാണ് എന്ത് നടക്കുന്നത്? ഇലക്ട്രോൺ ഫില്ലിംഗ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഗ്രൂപ്പിലും പീരിയഡിലും എന്ത് കാണിക്കാൻ കാരണം? സിമിലാരിറ്റി കാണിക്കാൻ കാരണം എന്നുള്ള കാര്യം ഓർമ്മ ഉണ്ടായിക്കോട്ടെ. ഗീവ് ദ എക്സാമ്പിൾ ഓഫ് 2 ട്രാൻസിഷൻ എലമെന്റ് ഓഫ് യൂസ്ഡ്
ഇൻ ദ ഡെയിലി ലൈഫ്. ട്രാൻസിഷൻ എലമെന്റ് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നത് ഏതൊക്കെ ചോദിച്ചാൽ അയൺ പറ്റൂട, Fe പറ്റും, അയൺ 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 ഇരുമ്പ് ഉപയോഗിക്കാത്ത ആൾക്കാരുണ്ടോ? പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോപ്പർ പറ്റൂടാ മക്കളെ, കോപ്പർ പറ്റും. അപ്പൊ ട്രാൻസിഷൻ എലമെന്റിന്റെ ഇത് എഴുതി വെച്ചാൽ ഉത്തരം മാർക്ക് ശരിയാടാ, കറക്റ്റ് കിട്ടൂടാ, ഡോണ്ട് വെറി. എങ്കിൽ മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ എന്താടാ? സിമ്പിൾ ആയിട്ട് ഇൻ വിച്ച് ഗ്രൂപ്പ് ഓഫ് ദ മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ്, മെയിൻ ഗ്രൂപ്പ് എലമെന്റ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ എന്റെ മക്കൾക്ക് അറിയാലോ ഏതൊക്കെയാണ് മെയിൻ ഗ്രൂപ്പ്. നമ്മൾ പഠിച്ചതാ, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പഠിച്ചതാണ്. 1ഉം 2ഉം പിന്നെ 13 മുതൽ 18 വരെയുള്ള ആൾക്കാരെ പറയുന്ന പേരാണ് മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ്. ഇതാണ് എഴുതി വെച്ചാൽ ഒരു മാർക്ക് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ട്രിക്കി ക്വസ്റ്റ്യൻ ആയിരുന്നു. ടെക്സ്റ്റ് പുസ്തകം നല്ല രീതിയിൽ വായിച്ച ആൾക്കാർക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. ദ എക്സാമ്പിൾ ഓഫ് ദ ഫോളോവിങ് മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ്. താഴെ 2 എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അത് ഏത് മെയിൻ ഗ്രൂപ്പ് എലമെന്റ് ആണ്, ഏത് എലമെന്റ് ആണ് ചോദിച്ചത്. എക്സ് ഇസ് എ സോളിഡ് സ്റ്റേറ്റ് ഓഫ് റൂം ടെമ്പറേച്ചർ, അഥവാ നമ്മുടെ റൂമിലെ ടെമ്പറേച്ചർ അഥവാ കൃത്യമായ താപനിലയിലുള്ള സോളിഡ് സ്റ്റേറ്റിൽ നിൽക്കുന്നത് ആരാ ചോദിച്ചാൽ മക്കളെ Na ആണ്, അഥവാ സോഡിയം ആണ്. റെഡി ആണല്ലടാ? റൂം ടെമ്പറേച്ചറിൽ നിൽക്കുന്ന സോഡിയം ആണ്. അങ്ങനെയാണെങ്കിൽ എക്സിസ്റ്റ് ഇൻ ദ ലിക്വിഡ് സ്റ്റേറ്റ് ഓഫ് റൂം ടെമ്പറേച്ചർ, ലിക്വിഡ് ആയിട്ട് നിൽക്കുന്നത് റൂം ടെമ്പറേച്ചർ ലിക്വിഡ് ആയിട്ട് ദ്രാവകാവസ്ഥയിൽ നിൽക്കുന്ന ആരാ ചോദിച്ചാൽ ബ്രോമിൻ ആണ് മക്കളെ, Br ആണ്, ബ്രോമിൻ ആണ്. എഴുതി വെച്ചെങ്കിൽ ഉത്തരം സെറ്റാടാ, സെറ്റാണ്. റെഡി ആണല്ലോ? എങ്കിൽ സർ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ആറ്റോമിക് നമ്പർ ഓഫ് സം elements are given below, symbols are not real. സിമ്പിൾ ആയിട്ട് എഴുതി വെച്ചോളി. ആറ്റോമിക് നമ്പർ ഓഫ് സം എലമെന്റ്സ് താഴെ തന്നിട്ടുണ്ട്. 2 ക്വസ്റ്റ്യൻസ്. ഈ സെയിം ക്വസ്റ്റ്യൻ, ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ഇന്നലെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നടാക്കി. പീരിയോഡിക് ട്രെൻഡ് ചോദിക്കും എന്ന് പറഞ്ഞതായിരുന്നു മാഷിങ്ങൾ, പഠിച്ചു പോയതല്ലേടാ. പീരിയോഡിക് ട്രെൻഡ് ആകുമ്പോൾ അറേഞ്ച് ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദ സൈസ് ഓഫ് ആറ്റോം. ഇത് കാണുമ്പോൾ തന്നെ എൻ്റെ മക്കൾ എന്ത് ചെയ്യുന്ന അറിയോ? ഫസ്റ്റ് ഇതിന്റെ ആറ്റോമിക് നമ്പർ എഴുതണം. ABC. ആറ്റോമിക് നമ്പർ എത്രയൊക്കെയായിരുന്നുടാ? എവിടെ ക്വസ്റ്റ്യൻ എവിടെ പോയി? 12, 15, 17 അല്ലേ? 12, 15 12, 15, 17 ഇങ്ങനൊരു സംഭവം കിട്ടിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇവന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഫസ്റ്റ് എഴുതി നോക്കാം. 12 ചോദിച്ചാൽ എന്താടാ? 2, 8, 2 ആണ്. ഇവിടെ 2, 8, 5 ആണ്. ഇവിടെ 2, 8, 7 ആണ്. സോ സിമ്പിൾ. ഇവിടെ ഒരു കോമൺ കാര്യം ഇന്നലെ മാഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ കോമൺ ആയിട്ട് വരുന്നത് എന്താണോ അതിൻ്റെ നോക്കിയാൽ മതി. പീരിയോഡിക് ട്രെൻഡ്. ഇവിടെ ഗ്രൂപ്പ് നമ്പർ 3ന്റെ ഗ്രൂപ്പ് നമ്പർ ഡിഫറൻസ് ആ. പക്ഷെ ഒരാൾ കോമൺ. ആരാടാ കോമൺ? പീരിയഡ് നമ്പർ കോമൺ ആ. കാരണം 1, 2, 3 പീരിയഡ് ചോദിച്ചാൽ 3 ആണ്. ഇവിടെ 1, 2, 3 ഇവിടെയും പീരിയഡ് ചോദിച്ചാൽ 3 ആണ്. ഇവിടെ 1, 2, 3 ഇവിടെയും പീരിയഡ് ചോദിച്ചാൽ 3 ആണ്. സോ പീരിയഡിലാണ് ഇവരെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതെന്ന് അറിയാം. പീരിയഡിന്റെ ക്രമാവർത്തന പ്രവണത ചോദിച്ചാൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ സൈസ് ഓഫ് ആറ്റം ഡിഗ്രീസ് ആണ്. ആറ്റത്തിന്റെ വലുപ്പം കുറയുകയാണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇവരുടെ പ്ലേസസ് എവിടെയൊക്കെയാണ് നോക്കടാ. ഇവന്റെ ഗ്രൂപ്പ് പീരിയഡ് നമ്പർ 3. ഇവനും പീരിയഡ് നമ്പർ 3, ഇവനും പീരിയഡ് നമ്പർ 3. ഇനി നമ്മൾ ഗ്രൂപ്പിന്റെ പ്ലേസ് കണ്ടെത്തണം. ഗ്രൂപ്പ് ഇവിടെ 2 ആണ്. ഇവൻ 2ാമത്തെ ഗ്രൂപ്പാണ്. ഇവൻ എത്രയാടാ? 5 കൂട്ടിയാൽ 15ാമത്തെ ഗ്രൂപ്പാ. ഇവൻ 7 കൂട്ടിയാൽ 17ാമത്തെ ഗ്രൂപ്പാ. എങ്കിൽ നമ്മുടെ ഉത്തരം വരുമ്പോൾ നോക്കിക്കോ, സിമ്പിൾ ആയിട്ട് നോക്കിക്കോ. 3ാമത്തെ പീരിയഡ് നമ്പർ 3ലാണ് ഇവരെല്ലാവരും പെടുന്നത് നമുക്കറിയാം. ഫസ്റ്റ് ആര് വരും, സെക്കൻഡ് ആര് വരും, തേർഡ് ആര് വരും, അത് നോക്കിയാൽ മതി. ഇതൊരു ജസ്റ്റ് ട്രിക്കി ക്വസ്റ്റ്യനാ. അതായത് 1ാമത്തെ ആൾ നോക്കിക്കോ. ഇവൻ എത്രയാണ്? 2ാമത്തതല്ലേ? അതായത് 2ാമത്തെ ഗ്രൂപ്പിലാണ്. അതായത് ABC. എ എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗത്ത് വരും. സോ സിമ്പിൾ സർ. ഇനി ബി എന്ന് പറയുമ്പോൾ എന്താണ്? 15ാമത്തെ ഗ്രൂപ്പാ. അതായത് ബി എന്ന് പറയുമ്പോൾ ഈ ഒരു സൈഡിൽ വരും. സി എന്ന് പറയുമ്പോൾ ഏറ്റവും അവസാനത്തെ ഗ്രൂപ്പിന് തൊട്ട് മുന്നിൽ വരുന്നുണ്ടാവും സി എന്ന് പറയുമ്പോൾ. സർ ഇങ്ങനെയാണ് ഈ ഒരു ഓർഡർ. ഇതിന്റെ മക്കൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇതിന്റെ മക്കൾക്ക് സുഖമായിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ എന്താ പരീക്ഷയ്ക്ക് ചോദിച്ചതാ? ഡിക്രീസിങ് ഓർഡർ അല്ല മക്കളെ, ഇൻക്രീസിങ് ഓർഡർ ഓഫ് സൈസ് ഓഫ് ആറ്റം ആണ്. ആറ്റത്തിന്റെ വലുപ്പം കൂടി വരുന്നതാണ്. അപ്പൊ ഇന്റെ മക്കൾ നേരെ ഈ ABC എന്നാണ് എഴുതി വെച്ചാൽ പരിപാടി കഴിയും. കാരണം എന്താ? ഒരു പീരീഡ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ ആറ്റത്തിന്റെ വലുപ്പം കുറയാണ്, ഡിക്രീസിങ് ഓർഡർ ആണ്. പക്ഷെ നേരെ ഓപ്പോസിറ്റ് ചെയ്ത് വെച്ചാൽ മതി. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കൂടി വരികയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഉത്തരം എന്താ വരിക? CBA എന്ന് വരും. റെഡി ആണല്ലോടാ? CBA എന്ന് കിട്ടിയാൽ പരിപാടി കഴിഞ്ഞു, ഉത്തരം സെറ്റ് ആണ്. സർ അടുത്തെന്താ? ജസ്റ്റിഫൈ യുവർ ആൻസർ. നിന്റെ ആൻസർ എന്താണ്? ആൻസർ എഴുതാൻ പറഞ്ഞാൽ നമുക്കറിയാം പീരിയോഡിക് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഗ്രൂപ്പിൽ ഇടത്തു നിന്ന് വലത്തോട്ട് പോകുമ്പോൾ ആറ്റത്തിന്റെ വലുപ്പം കുറയുകയാണെന്നാണ് എഴുതി വെച്ചാൽ സെറ്റ് ആണ്, ഒരു മാർക്ക് റെഡിയാണ്. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഹൗ ഡസ് ദ സൈസ് ഓഫ് ആറ്റം ചേഞ്ച് ഓഫ് മൂവിംഗ് ഡൗൺ ദ ഗ്രൂപ്പ്? ഗിവ് എ റീസൺ. അതായത് ഒരു ഗ്രൂപ്പിൽ ആറ്റത്തിന്റെ വലുപ്പം പീരിയോഡിക് ട്രെൻഡും തമ്മിൽ എന്താണ് മാറ്റുന്നത്? എന്താണ് ഡിഫറൻസ്? എന്താണ് സിമിലാരിറ്റി ചോദിച്ചാൽ ഒരു ഗ്രൂപ്പിൽ താഴെ നിന്ന് മുകളിൽ നിന്ന്
മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ എന്താണ് സൈസ് ഓഫ് ആറ്റം, സൈസ് എന്ത് ചെയ്യാണ് കൂടുന്നു. അത് എന്താ റീസൺ ചോദിച്ചാൽ ഷെല്ലുകളുടെ എണ്ണം കൂടുന്നു. നമ്പർ ഓഫ് ഷെൽസ് ഇൻക്രീസ്, ഷെല്ലുകളുടെ എണ്ണം കൂടുമ്പോൾ എന്താവുന്നതാ സൈസ് ഓഫ് ആറ്റം, ആറ്റത്തിന്റെ വലുപ്പവും കൂടുന്നു എന്ന് എഴുതി വെച്ചാൽ സെറ്റായടാ, സെറ്റായി. ഡൺ ആണല്ലോ. 3 മാർക്ക് നമ്മളെ പോക്കറ്റിൽ ഇല്ലടാ. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. CaO എന്ന് പറഞ്ഞിട്ട് ഒരു അയോണിക് കോമ്പൗണ്ട് ആണ്. 3ാമത്തെ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. കാൽസ്യം ഓക്സൈഡ് ആണ്, ഒരു അയോണിക് കോമ്പൗണ്ട് ആണ്. Ca എന്ന് പറഞ്ഞാൽ കാൽസ്യം, O എന്ന് പറഞ്ഞാൽ ഓക്സിജൻ. ക്വസ്റ്റ്യൻ എന്താണ്? ആറ്റോമിക് നമ്പർ ഓഫ് കാൽസ്യം ഈസ് 20 ആണ്. എഴുതിക്കോ. ആറ്റോമിക് നമ്പർ, കാൽസ്യത്തിന്റെ ആറ്റോമിക് നമ്പർ 20 ആണ്. ഓക്സിജന്റും ക്വസ്റ്റ്യനിലുണ്ട് 8 ആണ്. സർ എങ്കിൽ ഓക്കെ, നമുക്കറിയാം ഓക്സിജന്റെ 8 ആണ്. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? എവിടെ ക്വസ്റ്റ്യൻ? ഇതൊക്കെ നമ്മൾ എഴുതിയതല്ലേ. ക്വസ്റ്റ്യൻ നോക്കിക്കോ. റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദ ഫോർമേഷൻ ഓഫ് ഓക്സൈഡ് അയൺ. ഓക്സൈഡ് അയൺ രൂപീകരിക്കുന്ന കെമിക്കൽ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞാൽ എവിടെ പോയി? എടാ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം വളരെ സിമ്പിൾ ആയിട്ട് മാഷ് പറഞ്ഞില്ല. കാൽസ്യത്തിന്റെ 20 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഓക്സിജന്റെ 8 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 8 എന്ന് പറയുമ്പോൾ 2, 6 ആണ് ഇവന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ വരെ. 2, 6 എന്നാണ്. ഇത് കേൾക്കുമ്പോൾ വേണ്ടി മക്കൾ വെറുതെ സീനൊന്നും നോക്കണേ. 2, 6 ആണ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. ഇവൻക്ക് ഒക്ടറ്റ് ഇലക്ട്രോൺ കംപ്ലീറ്റ് ആവണമെങ്കിൽ, അഷ്ടകം പൂർത്തിയാക്കണമെങ്കിൽ എത്ര ഇലക്ട്രോൺ വേണ്ട? പറഞ്ഞോ. എത്ര ഇലക്ട്രോൺ വേണം? 2 ഇലക്ട്രോൺ ആണ് സർ വേണ്ടത്. ആ 2 ഇലക്ട്രോൺ വാങ്ങുക എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചതാണ് നെഗറ്റീവ് ചാർജ് ആണ്. എങ്കിൽ 2 ഇലക്ട്രോൺ വാങ്ങുക എന്ന് പറയുമ്പോൾ 2- എന്ന് വരും. 2 ഇലക്ട്രോണെ വാങ്ങുന്നു സർ. ഈ 2, 6 എന്നുള്ളത് ഒക്ടറ്റ് ഇലക്ട്രോൺ കംപ്ലീറ്റ് ഒരു അയോൺ ആയി മാറുന്നുണ്ടെങ്കിൽ 2, 8 ആയി മാറണം. അതിന്റെ ഇക്വേഷൻ ചോദിച്ചാൽ ഇതറാ, വളരെ സിമ്പിൾ ആയിട്ട് നോക്കിക്കോ. O+A ആണ്. എന്ത് ചെയ്യുന്നടാ? 2 ഇലക്ട്രോണെ വാങ്ങുന്നു. 2 ഇലക്ട്രോണെ വാങ്ങിയിട്ട് O2- ആയിട്ട് മാറുന്നു. 2 ഇലക്ട്രോണെ വാങ്ങുന്നു, O2- ആയിട്ട് മാറുന്നു. ഇതാണ് ഇവന്റെ കെമിക്കൽ ഇക്വേഷൻ, ഇവന്റെ അയോണിക് ഇക്വേഷൻ. റെഡി ആണല്ലോടാ, സെറ്റ് ആണ്. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചോ. ക്വസ്റ്റ്യൻ വായിച്ചോ. ഐഡന്റിഫൈ ദ നോബൽ ഗ്യാസ് ഹാവിംഗ് എ സെയിം ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ദാറ്റ് ഓഫ് ഓക്സൈഡ് അയൺ. ഐഡന്റിഫൈ ദ നോബൽ ഗ്യാസ് എഴുതണം. ഹാവിംഗ് ദ സെയിം ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ദാറ്റ് ഓക്സൈഡ് അയൺ, അഥവാ സെയിം ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഉള്ള എന്ത് എഴുതണം? ഓക്സൈഡ് അയണിന്റെ സെയിം ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഉള്ള നോബൽ ഗ്യാസ് എഴുതാനാ പറഞ്ഞത്. സർ അങ്ങനെയൊക്കെ എന്താണ് ഇപ്പൊ ഇത് ചോദ്യം? ഇവർ ആരാണ് ഈ ചോദ്യ പേപ്പർ ഉണ്ടാക്കിയത്? ഒന്നും ആലോചിക്കണ്ട. അതായത് നമ്മൾക്ക് കിട്ടി ഓക്സൈഡ് അയൺ എന്ന് പറയുമ്പോൾ 2 ഇലക്ട്രോൺ വാങ്ങുന്നു. ഓൾറെഡി എത്രയായിരുന്നു ഉണ്ടായിരുന്നത്? 2, 6 ആയിരുന്നുണ്ടായിരുന്നു. ഇതിന്റെ കൂടെ 2 ഇലക്ട്രോൺ വാങ്ങി എന്ന് പറഞ്ഞു. 2 ഇലക്ട്രോൺ വാങ്ങി എന്ന് പറയുമ്പോൾ ടോട്ടൽ എത്ര ആയടാ? 2, 8 എന്ന് പറയുമ്പോൾ എത്രയാടാ? പറയടാ. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 10, ആറ്റോമിക് നമ്പർ 10. ആറ്റോമിക് നമ്പർ 2 ഇലക്ട്രോൺ ഓൾറെഡി 2, 6 ആയിരുന്നു. ഈ 2, 6ന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്തു? 2 ഇലക്ട്രോൺ വാങ്ങി അഷ്ടകം പൂർത്തിയാക്കാൻ. അപ്പൊ 2, 8 ആയി മാറും. 2, 8 എന്ന് പറഞ്ഞാൽ ആറ്റോമിക് നമ്പർ 10. ഈ 10 എന്ന് പറയുമ്പോൾ നോബൽ ഗ്യാസ് ഏതാണ് മക്കളെ? നിയോൺ ആണ് മക്കളെ. നിയോണിന്റെ ആറ്റോമിക് നമ്പർ 10 ആണ്. ഹേയ് നീ ആരാ? ഈ നിയോൺ ആണ് എഴുതി വെച്ചാൽ പരിപാടി കഴിഞ്ഞു. ഹൗ മെനി ഇലക്ട്രോൺസ് പ്രോട്ടോൺസ് റെപ്രസെന്റ് ചെയ്ത് കാൽസ്യം അയൺ. കാൽസ്യം അയണിൽ എത്ര പ്രോട്ടോൺ ഉണ്ട്? കാൽസ്യത്തിന്റെ ആറ്റോമിക് നമുക്കറിയാം 20 ആണ്. ഈ കാൽസ്യത്തിന്റെ ആറ്റോമിക് നമ്പർ 20 ആകുമ്പോൾ ഇതിന്റെ പ്രോട്ടോണുകളുടെ എണ്ണം നമുക്കറിയാം. പ്രോട്ടോണുകളുടെ എണ്ണം ആറ്റോമിക് നമ്പറിന് തുല്യമാണ്. അപ്പൊ പ്രോട്ടോണിന്റെ എണ്ണം 20 ആണെന്ന് എന്ത് ചെയ്യടാ? എഴുതി വെച്ചാൽ മക്കളെ പരിപാടി സെറ്റാണ്. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. ആറ്റോമിക് നമ്പർ ഓഫ് എലമെന്റ് 16 ആണ് മക്കളെ. ഈ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ ഇന്നലെ കൃത്യമായി ഡിസ്കസ് ചെയ്തതാ. ആറ്റോമിക് നമ്പർ എത്രയാടാ? 16 ആണ്. ആറ്റോമിക് നമ്പർ A എന്ന് പറഞ്ഞ ഒരാളെ ആറ്റോമിക് നമ്പർ 16 ആണെന്ന് വിചാരിച്ചോ? സിമ്പിൾ. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി ഷെൽസ് ആണല്ലേ ക്വസ്റ്റ്യൻ ചോദിച്ചത്? എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്? ഇൻ ഹൗ മെനി ഷെൽസ് ഇൻ ദ ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂട്ടർ. എത്ര ഷെല്ലുകളിലാണ് ഇലക്ട്രോണെ നിറച്ചിട്ടുള്ളത്? എത്ര ഷെല്ലുകൾ നോക്കാൻ ഫസ്റ്റ് എന്ത് ചെയ്യുക? ആ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുന്നു. 2, 8, 6. സർ ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം എത്ര ഷെല്ലാ? 1ാമത്തെ ഷെല്ല്, 2ാമത്തെ ഷെല്ല്, 3ാമത്തെ ഷെല്ല്, അതായത് KLM ആണ്. KLM എന്ന് കിട്ടുന്നു. എങ്കിൽ എത്ര ഷെല്ലടാ? ക്വസ്റ്റ്യന്റെ ഉത്തരം 3 ഷെല്ലുകളിലാണ് സർ. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? എമംഗ് ദിസ് ഷെൽ വിച്ച് ഈസ് ഹൈയസ്റ്റ് എനർജി ഗിവ് എ റീസൺ. സർ സിമ്പിൾ. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഇന്നലെ ചെയ്തു. ഈ KLM എന്ന് പറയുന്ന ഷെല്ലിൽ ഏറ്റവും എനർജി കൂടിയ ഷെല്ല് ഏതാടാ? ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺസ് ഉള്ള ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഷെല്ല് ഏതാ ചോദിച്ചാൽ M എന്ന ഷെല്ലാണെന്ന് എഴുതി വെച്ചാൽ മക്കളെ മാർക്ക് കിട്ടിയടാ. 3 മാർക്ക് കിട്ടി. റെഡിയാണ് സർ. അതിന്റെ B ക്വസ്റ്റ്യൻ എഴുതി എന്റെ മക്കളുണ്ടെങ്കിൽ നോക്കിക്കോ. ആറ്റോമിക് നമ്പർ ഓഫ് എലമെന്റ് ഇസ് 15 ആണ്. 15 ആണ്. വിച്ച് ഈസ് ദ ബാലൻസ് ഷെൽ ഓഫ് ദ ഇലക്ട്രോൺ. ഇതിന്റെ അവസാനത്തെ ഷെല്ലിലെ ഇലക്ട്രോണുകൾ എത്ര എന്ന് ചോദിച്ചാൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതണം. 2, 8, 5 ആണ്. വിച്ച് ഈസ് ദ ബാലൻസ് ഷെൽ ഓഫ് ദിസ് ആറ്റം. ഇതിന്റെ അവസാനത്തെ ഷെല്ലിൽ 5 ഇലക്ട്രോൺസ് ആണുള്ളത്. പക്ഷെ ഇതിന്റെ ഷെല്ലിന്റെ പേര് ചോദിച്ചാൽ മക്കളെ നോക്കടാ.
KLM വാലൻസ് ഷെല്ല് ഏറ്റവും അവസാനത്തത് ഏതാണ്? MLA സർ, MLA. ഓക്കെ, കിട്ടി സർ, കിട്ടി. M എന്ന ഷെല്ലാണ്. വിച്ച് ഷെല്ല് ഹാസ് ദ ലീസ്റ്റ് എനർജി ഓഫ് ദ ആറ്റം? ഈ ആറ്റത്തിലെ ഏറ്റവും ലീസ്റ്റ് എനർജി എന്ന് പറഞ്ഞാൽ ഏറ്റവും ഊർജം കുറഞ്ഞത് ആരാണെന്ന് ചോദിച്ചാൽ KLM എന്ന് കണ്ടാൽ ഏറ്റവും എനർജി കുറവാണ്. നിന്റെ മക്കൾക്കറിയാം, നമ്മൾ പഠിച്ചതാണ്. ഏതാണ്? K എന്ന ഷെല്ലാണ്. അതുപോലെ ഏറ്റവും അതിൽ ഇലക്ട്രോൺസ് കുറവാണ്. ഇലക്ട്രോൺസ് കുറവായത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇതാണ് ഏറ്റവും ലീസ്റ്റ് എനർജി, ഏറ്റവും ഊർജം കുറവുള്ളത് ഇവൻക്കാണെന്ന് പറയാം. റെഡി ആണല്ലോ? അപ്പൊ ഉത്തരം വരുമ്പോൾ K എന്ന ഷെല്ലിൽ നിന്ന് ഉത്തരം കിട്ടും. ഇത് സെറ്റ് അല്ലടാ മക്കളെ? ഇത് റെഡി ആണല്ലോ? എങ്കിൽ ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ നമ്പർ 18 നോക്കടാ. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. നോക്കിയാലോ സെറ്റ് ആണോടാ മക്കളെ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. സിമ്പിൾ ആയിട്ട് ഒന്ന് ആലോചിച്ചാൽ കിട്ടാവുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. നോയിക്കോ. ദ ഡാറ്റ ഓഫ് കുറച്ച് ആൾക്കാരുടെ ഡാറ്റ X, Y, Z ആർ ഗിവൺ, സിമ്പിൾസ് ആർ നോട്ട് റിയൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ നമ്മൾ ചെയ്യാൻ പോവുകയാണ്. വായിച്ചു നോക്കണം, നല്ലപോലെ വായിച്ചു നോക്കണം. എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബിലോങ് ടു തേർഡ് പീരിയഡ് ആൻഡ് നീഡ് 1 more ഇലക്ട്രോൺ ടു അറ്റൈൻ എ ഒക്ടറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. എക്സ് എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ പീരിയഡിലാണ്. ഒരു ഇലക്ട്രോൺ കൂടെ കിട്ടിയാൽ അവന്റെ ഒക്ടറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ അഥവാ അഷ്ടകം പൂർത്തിയാകും. സർ അങ്ങനെ പറഞ്ഞാൽ ഇപ്പൊ എന്താണ് സംഭവം? അതായത് മൂന്നാമത്തെ പീരിയഡ് എത്രയാടാ? 3 ആണ്. അതായത് 3 ആയത് കൊണ്ട് ഷെല്ല് എത്ര വരും? KLM എന്ന് വരും. 3 ഷെല്ല് വരും. ഇനി KL 2 ആളാണ്, Lലും 8 ആളാണ്. എമ്മത്തത് എന്താ തന്നിട്ടില്ല. എമ്മത്ത് തന്നത് എന്താ പറഞ്ഞത് നമ്മളോട്? ഒക്ടറ്റ് ഇലക്ട്രോൺ പൂർത്തിയാവണമെങ്കിൽ 1 ഇലക്ട്രോൺ കൂടെ മതി. അതായത് ഒക്ടറ്റ് ഇലക്ട്രോൺ പൂർത്തിയാവണമെങ്കിൽ നമുക്കറിയാം 8 ഇലക്ട്രോൺ ആണ്. അപ്പൊ 1 ഇലക്ട്രോൺ കൂടെ മതി എന്ന് പറയുമ്പോൾ അപ്പൊ അവിടെ എത്ര ഇലക്ട്രോൺസ് ആകെ ഉള്ളത്? സർ 7 ഇലക്ട്രോൺസ് ആണുള്ളത്. പരിപാടി കഴിഞ്ഞു. അപ്പൊ ഇവന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എത്രടാ? 2, 8, 7 ആണ് സർ. സിമ്പിൾ ആയിരുന്നു ക്വസ്റ്റ്യൻ. ഇനി Y എന്ന് പറഞ്ഞാൽ എന്താടാ? Y എന്ന് പറഞ്ഞാൽ ബിലോങ് ടു ദ ഫോർത്ത് പീരിയഡ് ആണ്. ഇസ് നോട്ട് എ ട്രാൻസിഷൻ എലമെന്റ്. ഇതൊരു ട്രാൻസിഷൻ എലമെന്റ് അല്ല. ദ ഷെൽ വിത്ത് ഹയസ്റ്റ് എനർജി കണ്ടെയ്നിങ് 1 ഇലക്ട്രോൺ ആണ്. അവസാനത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് എന്നാണ് പറഞ്ഞത്? 1 ഇലക്ട്രോൺ ഉണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവൻ എന്തല്ല, ട്രാൻസിഷൻ എലമെന്റ് ഒന്നും അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ്? നോക്കിക്കോ. സിമ്പിൾ അല്ലേ? എന്താ പറഞ്ഞത്? പീരിയഡ് 4 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. KLMN. സിമ്പിൾ ആയിട്ട് നോക്കിക്കോ. അതായത് 2, 8. ബാക്കി എന്നിൽ എത്ര ഉണ്ടെന്ന് പറഞ്ഞാൽ അവസാനത്തെ ഷെല്ലിൽ 1 ഇലക്ട്രോൺ ഉണ്ടെന്ന് പറഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണെന്നും പറഞ്ഞു. ഓക്കെ സർ, സിമ്പിളാ. എൻ എന്ന ഷെല്ലിൽ 1 ഇലക്ട്രോൺ. എങ്കിൽ ഇപ്പുറത്ത് എത്രയുടെ വരിക? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പുറത്ത് അവസാനം 8 ആണ്. ഇവന്റ് നമ്മൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഇന്നലെ പഠിച്ചതാ. 2, 8, 8, 1 ആണ്. അഥവാ 4 പീരിയഡ് വന്നു. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 2, 8, 8, 1 അഥവാ ആറ്റോമിക് നമ്പർ 19 എന്ന് കിട്ടുന്നു. കിട്ടി സർ. എക്സിൻ്റെതും കിട്ടി, വൈൻ്റെതും കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കട്ടെ ഞങ്ങൾ. ബിലോങ് ടു ദ ഫസ്റ്റ് പീരിയഡ് ആൻഡ് ഹാസ് ദ same number of valence electron of Y. ഓക്കെ, അതാണ് നമ്മൾ പറയാം. അതിന് മുന്നേ എ ക്വസ്റ്റ്യൻ റൈറ്റ് ദ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ X and Y. ഞങ്ങൾ ചെയ്തു സർ, ഞങ്ങൾ ചെയ്തു. റെഡിയാ? ഐഡന്റിഫൈ ദ എലമെന്റ് ഓഫ് Z ഓഫ് ദ പീരിയോഡിക് ടേബിൾ. ഐഡന്റിഫൈ ദ Z ഫ്രം ദ പീരിയോഡിക് ടേബിൾ. Z കണ്ടെത്തണം. Z എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വായിച്ചു നോക്കണം. ബിലോങ് ടു ദ ഫസ്റ്റ് പീരിയഡ് ആണ്. അഥവാ പീരിയോഡിക് ടേബിളിന്റെ ഒന്നാമത്തെ പീരിയഡിലുണ്ട്. പിന്നെ ആസ് ദ സെയിം നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ Yന്റെ അവസാനത്തെ ഇലക്ട്രോണിൽ എത്രയാണോ അതാണ് അവന്റെ ആറ്റോമിക് നമ്പറും. അങ്ങനെയാണെങ്കിൽ സർ ഇപ്പൊ എന്താണ് പറഞ്ഞത്? Yന്റെ അവസാനത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസേ ഉള്ളൂ? അയ്യോ പണിപാളി, ആലോചിക്കണമായിരുന്നു. Yന്റെ അവസാനത്തെ ഷെല്ലിൽ 1 ഇലക്ട്രോണേ ഉള്ളൂ. ഈ തന്നെയാണ് നമ്മളെ Z അവസാനത്തെ ഷെല്ലിലും ഉള്ളത്. Z ആകെ അവസാനത്തെ ഷെല്ലിലും എന്താ പറഞ്ഞത്? 1 ഇലക്ട്രോൺസ് തന്നെ ഉള്ളൂ. അപ്പൊ അവന്റെ ഗ്രൂപ്പ് നമ്പർ ചോദിച്ചാൽ അവസാനത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകളാണ്? അതായിരിക്കും ഗ്രൂപ്പ് നമ്പർ. Z ഗ്രൂപ്പ് നമ്പർ 1 ആണ്. ഇവന്റെ പീരിയഡും പറയുന്നുണ്ട് ഏറ്റവും ഫസ്റ്റത്തെ പീരിയഡ് ആണ്. പീരിയഡ് 1, ഗ്രൂപ്പ് നമ്പർ 1 സർ. അതായത് ഒന്നാമത്തെ നിങ്ങളുടെ പീരിയോഡിക് ടേബിൾ വരച്ചാൽ അതിലെ ഒന്നാമത്തെ എലമെന്റ് ആരാ ചോദിച്ചത്? നമ്മൾ പഠിച്ചതാണ്. ഒന്നാമത്തെ എലമെന്റ് ഹൈഡ്രജൻ ചേട്ടായി ആണ്. ആറ്റോമിക് നമ്പർ 1 ആണെന്നുള്ള കാര്യം നമുക്കറിയാം. ഓക്കെ സർ, അത് ഞങ്ങൾക്ക് കിട്ടി. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. വിച്ച് ഈസ് ദ ഐസോടോപ്പ് ഓഫ് Z having no neutron? മക്കളെ ഇന്നലെ നമ്മൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ് ഹൈഡ്രജന്റെ 3 ഐസോടോപ്പ് നോക്കാതെ പോകരുത്. ഇതിൽ ന്യൂട്രോണുകൾ ഇല്ലാത്ത ഐസോടോപ്പ് ഏതാ ചോദിച്ചാൽ ഏതാണ്? ന്യൂട്രോണുകൾ 0 ആയ ഹൈഡ്രജന്റെ ഐസോടോപ്പ് ഒന്നാമത്തെ ഐസോടോപ്പ് തന്നെയാണ്. അഥവാ പ്രോട്ടിയം എന്നാണ് ഇവന്റെ പേര്. എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ കിട്ടിയടാ മാർക്ക്. പ്രോട്ടിയത്തിന് എന്തില്ല? ന്യൂട്രോൺസ് ഇല്ല. റെഡിയാണ് സർ, സെറ്റ് ആണ്. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. അതിന്റെ ബി ക്വസ്റ്റ്യൻ ഒരു 4 മാർക്ക് ഞങ്ങളുടെ കയ്യിലുണ്ട് സർ. ബി ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഡാറ്റ സം ഓഫ് ദ എലമെന്റ്സ് PQ ആർ ഗിവൺ, സിമ്പിൾസ് ആർ നോട്ട് റിയൽ. ഈ സിമ്പിൾസ് ആർ നോട്ട് റിയൽ എന്ന് മാഷ് മുന്നേ പ്രെഡിക്റ്റ് ചെയ്തതല്ലേ. PQR P എന്ന് പറഞ്ഞാൽ ബിലോങ് ടു ദ തേർഡ് പീരിയഡ്. ഇറ്റ് കണ്ടെയ്ൻ 4 ഇലക്ട്രോൺസ് മോർ ദാൻ ദാറ്റ് ഓഫ് നിയോൺ. അഥവാ നിയോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ പഠിച്ചിട്ടുള്ളൂ. നിയോൺ എന്ന് പറഞ്ഞാൽ ആറ്റോമിക നമ്പർ 10 ആണ്. അഥവാ ഉത്കൃഷ്ടവാതകമാണ്. നിയോണിലാറ് 4 ഇലക്ട്രോൺസ് കൂടുതലാണെന്ന് പറഞ്ഞു. അഥവാ പീരിയഡ് നമ്പർ 3 ആണ്. എങ്കിൽ സർ ക്വസ്റ്റ്യൻ എഴുതാം. ഏതാ? PQRS അല്ലേ? P എന്ന് പറഞ്ഞാൽ Pന്റെ 3 ഷെൽസ് എത്ര? എന്താ പറഞ്ഞത്? 3 പീരിയഡാ? എത്ര? എവിടെ
ക്വസ്റ്റ്യൻ ഗൈസ് തേർഡ് പീരിയഡ് ആണ് ഓക്കെ പീരിയഡ് നമ്പർ ഇവന്റെ പീരിയഡ് എഴുതി വെച്ചു ഓരോരോ കാര്യം ഫസ്റ്റ് എഴുതി വെക്കുക അപ്പൊ തന്നെ ഉത്തരം കിട്ടും പീരിയഡ് നമ്പർ 3 ആണെന്ന് പറഞ്ഞു പിന്നെന്താ പറഞ്ഞത് ഏറ്റവും അവസാനം പീരിയഡ് നമ്പർ 3 എന്ന് പറയുമ്പോൾ കെ ഷെല്ല് എൽ ഷെല്ല് എം ഷെല്ല് എന്ന് വരും ഇനി നിങ്ങളോട് എന്താ പറയുന്നത് കെയിൽ 2 ആളെ കൊള്ളുള്ളൂ എല്ലിൽ 8 ആളെ കൊള്ളൂ ബാക്കി കിട്ടണമെങ്കിൽ നിങ്ങൾ ഒരു ഒറ്റ കണ്ടന്റ് പറഞ്ഞിട്ടുള്ളൂ നിയോണിലാണ് 4 ഇലക്ട്രോൺ കൂടുതലാണ് നിയോൺ എന്ന് പറഞ്ഞാൽ ആറ്റോമിക നമ്പർ 10 നിയോൺ എന്ന് പറഞ്ഞാൽ ആറ്റോമിക് നമ്പർ 10 ആണ് നിയോണിലാണ് 4 ഇലക്ട്രോൺസ് കൂടുതലാണെന്ന് പറയുമ്പോൾ ആലോചിക്കണം എന്താ ക്വസ്റ്റ്യൻ ബിലോങ് ടു ദ തേർഡ് പീരിയഡ് ഇറ്റ് കണ്ടെയ്നിങ് 4 ഇലക്ട്രോൺസ് മോർ ദാൻ ദാറ്റ് ഓഫ് നിയോൺ നിയോണിലാണ് 4 ഇലക്ട്രോൺസ് കൂടുതലാണെന്ന് പറയുമ്പോൾ ഇവന്റെ ആറ്റോമിക് നമ്പർ 14 ആണ് ഇവന്റെ ആറ്റോമിക് നമ്പർ 14 ആകുമ്പോൾ 2ഉം 8ഉം പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയുള്ളടാ 4 ഉള്ളൂ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ കിട്ടി 2 8 4 ഇലക്ട്രോൺ കോൺഫിഗറേഷൻ കിട്ടി മക്കളെ 2 8 4 ആണ് സോ സിമ്പിൾ റെഡി അല്ലേ ബിലോങ് ടു ദ തേർഡ് പീരിയഡ് ഇറ്റ് കണ്ടെയ്നിങ് 4 ഇലക്ട്രോൺസ് മോർ ദാൻ ഓഫ് നിയോൺ നിയോണിലാണ് 4 ഇലക്ട്രോൺ കൂടുതലാണ് അത് കിട്ടി 2 8 4 നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താ ക്യൂ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് നമ്പർ ഈസ് 13 ആണ് ഇറ്റ് പെനൽറ്റിമേറ്റ് ഷെൽ ഈസ് കെ ഷെൽ ആണ് പെനൽറ്റിമേറ്റ് ഷെൽ ഈസ് കെ ഷെൽ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ലാസ്റ്റ് ഷെല്ല് കെ എന്ന ഷെല്ലാണ് ഓക്കെ സർ അപ്പൊ 2 ഷെല്ല് ഇവിടെ ഉണ്ടാവുള്ളൂ കെയും ഉണ്ടാവും എല്ലും ഉണ്ടാവും സിമ്പിൾ ക്വസ്റ്റ്യൻ ആലോചിച്ചാൽ മതിയായിരുന്നു കെയും ഉണ്ടാവും എല്ലും ഉണ്ടാവും ഇതിന്റെ പെനൽറ്റിമേറ്റ് ഷെല്ല് നമ്മൾ തൊട്ടുള്ളിലുള്ള ഷെല്ല് കെ ഷെല്ലാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവന്റെ ഗ്രൂപ്പ് നമ്പർ പറയുന്നുണ്ട് 13 ആണെന്ന് പറയുന്നുണ്ട് 13 ആണെന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കടാ 2 3 എന്ന് വരൂലേ വേറെ ട്രാൻസിഷൻ എലമെന്റ് ഒന്നും ആലോചിക്കണ്ട 2 3 എന്ന് വരും അതായത് എന്താണ് പറഞ്ഞത് 3 എന്ന് പറയുമ്പോൾ 10 കൂട്ടിയാൽ ഉത്തരം കിട്ടി ഗ്രൂപ്പ് നമ്പർ 13 ആണ് ഇങ്ങനെ കൺസെപ്റ്റ് മനസ്സിലാക്കാതെ കിട്ടൂല മക്കളെ കൺസെപ്റ്റ് മനസ്സിലാക്കാതെ കിട്ടൂല ചെറിയൊരു ടഫ് ഉണ്ടെന്ന് ഇപ്പൊ ഈ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ടല്ലേ വളരെ സിമ്പിൾ ആയിരുന്നു പക്ഷേ നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കാതെ പോയ ആൾക്കാരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ പാടായിട്ടുണ്ടാവും റെഡി ആണല്ലോടാ ഗ്രൂപ്പ് നമ്പർ പെനൽറ്റിമേറ്റ് ഷെല്ല് കെ ഷെല്ലാണ് കിട്ടാ അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ റൈറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ക്യൂ ആൻഡ് ക്യൂ പിന്റെ എഴുതിയത് നമ്മൾ 2 8 4 ആണ് സർ അടുത്തത് ക്യൂവിന്റെ എഴുതി 2 3 ആണ് സർ ഓക്കെ ഡൺ ആണ് അടുത്ത ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ദ എലമെന്റ് ഓഫ് ആർ ഇൻ ദ പീരിയോഡിക് ടേബിൾ ഐഡന്റിഫൈ ദ ആറാമത്തെ ആർ എന്ന് പറഞ്ഞ ആൾ എവിടെയാണ് പീരിയോഡിക് ടേബിളിൽ ചോദിച്ചാൽ ആരാന്ന് ചോദിച്ചാൽ ബിലോങ് ദ 6 എന്താ സെക്കൻഡ് പീരിയഡ് ആൻഡ് ദ സെയിം ഗ്രൂപ്പ് ഓഫ് പി പിന്റെ ഗ്രൂപ്പ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ പിന്റെ ഗ്രൂപ്പ് ചോദിച്ചാൽ 3 ആണ് പിന്റെ ഗ്രൂപ്പ് ചോദിച്ചാൽ 3 ആണ് പക്ഷെ ഗ്രൂപ്പ് നമ്പർ ക്വസ്റ്റ്യൻ എന്താ ബിലോങ് ടു ദ സെക്കൻഡ് പീരിയഡ് ആൻഡ് ദ സെയിം ഗ്രൂപ്പാണ് ഇവിടെ ഇറ്റ് കണ്ടെയ്ൻ ദ 4 ഇലക്ട്രോൺസ് പി എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചോ പി എന്ന് പറഞ്ഞ ആളുടെ ഗ്രൂപ്പ് നമ്പർ നമുക്ക് കിട്ടിയിട്ടുണ്ട് എത്രയടാ അവസാനം 4 ആയതുകൊണ്ട് 14 ആവും ഗ്രൂപ്പ് നമ്പർ അങ്ങനെയാണെങ്കിൽ സർ ഇവന്റ് ആർ എന്ന് പറഞ്ഞ ആള് സെയിം ഗ്രൂപ്പ് നമ്പർ ആണെന്ന് പറഞ്ഞു പക്ഷെ എന്താ പറഞ്ഞത് സെക്കൻഡ് പീരിയഡ് ആണ് അതായത് സെയിം ഗ്രൂപ്പ് നമ്പർ സെക്കൻഡ് പീരിയഡ് എന്ന് പറയുമ്പോൾ 2 ഷെല്ലേ ഉണ്ടാവുള്ളൂ കെയും എല്ലും സെക്കൻഡ് പീരിയഡ് 2ഉം എല്ലിൽ എത്ര ആൾ വരണ 4 14 എന്ന് ഗ്രൂപ്പ് നമ്പർ വരുന്നുണ്ടെങ്കിൽ അവസാനം 4 വരണം 2 4 വന്നാൽ 10 കൂട്ടി കൊടുത്താൽ ഉത്തരം കിട്ടും 14 അപ്പൊ 2 4 ആണ് ഇവന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ പക്ഷെ ഇവന്റെ ക്വസ്റ്റ്യൻ എന്താണ് ദ സെയിം ഗ്രൂപ്പ് ഓഫ് റൈറ്റ് ഐഡന്റിഫൈ ദ ആർ എലമെന്റ് ഓഫ് ദ പീരിയോഡിക് ടേബിൾ അതായത് ഐഡന്റിഫൈ ദ എലമെന്റ് ഇൻ ആർ ഇൻ ദ പീരിയോഡിക് ടേബിൾ ആർ എന്താണെന്ന് പറഞ്ഞാൽ ആരടാ 2 4 എന്ന് പറഞ്ഞാൽ മക്കളെ 2 4 എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ആറ്റോമിക് നമ്പർ 6 ഈ 6 എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റിയ ഒരു എലമെന്റ് ഉണ്ടല്ലോ കാർബൺ മക്കളെ കാർബൺ മറന്നു പോകരുത് നമ്മുടെ കാർബൺ ചേട്ടായിയാണ് ബുദ്ധിമുട്ടില്ലല്ലോ കാർബൺ ഇത് എഴുതി വെച്ചിട്ടുണ്ടാവുമല്ലോ കാർബൺ എന്ന് ഓക്കെ എങ്കിൽ സർ അടുത്ത ക്വസ്റ്റ്യൻ എന്താ റൈറ്റ് ദ സിംബൽ ഓഫ് ദ റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ് ഓഫ് ആർ പല പ്രാവശ്യം നമ്മൾ പഠിച്ചതാ ആ കാർബണിന്റെ റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ് എന്താണ് സിംബൽ എഴുതാൻ പറഞ്ഞാൽ റേഡിയോ ആക്റ്റീവ് അഥവാ ഫോസിലുകളുടെ കാലപ്പഴക്കം ഏജ് ഓഫ് ഫോസിൽ മനസ്സിലാക്കാൻ ആരാടാ കാർബൺ 6 ആണ് ആറ്റോമിക് നമ്പർ കാർബണിന്റെ 14 എന്ന ഐസോടോപ്പ് ആണ് റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ് ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഇതാണ് നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസേ വന്നിട്ടുള്ളൂ എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആരും ഒരു പേടിയും പേടിക്കണ്ട അതായത് നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ രണ്ടാമത്തെ ചാപ്റ്റർ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പഠിച്ചു അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസേ വന്നിട്ടുള്ളൂ തേർഡ് ചാപ്റ്റർ 2-3 ക്വസ്റ്റ്യൻസ് കൂടെ വന്നു സർ നമുക്ക് ബുദ്ധിമുട്ടായത് എവിടെ ചോദിച്ചാൽ ഈ ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ആയിട്ട് വന്നിട്ടില്ല ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തു കുറച്ച് ഇൻഡയറക്റ്റ് ആയിട്ട് കുറച്ച് എന്ത് ചെയ്തു തല ഒന്ന് ചിന്തിക്കാൻ ഒന്ന് മനപ്പാഠം പഠിച്ച ആൾക്കാർക്ക് ഒന്ന് എന്ത് ചെയ്യണം ഒന്ന് ചിന്തിക്കേണ്ടി വന്നു അത്രേ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാറിയിട്ടുള്ളൂ അപ്പോൾ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും അടിപൊളിയായിട്ട് മാർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസേ വന്നിട്ടുള്ളൂ മക്കളെ നമ്മൾ അതിൻ്റെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പഠിപ്പിച്ച ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളൂ നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ രണ്ടാമത്തെ ചാപ്റ്ററിൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞ ക്വസ്റ്റ്യൻസ് മാത്രമേ വന്നിട്ടുള്ളൂ അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം അടുത്ത എക്സാമിന് വേണ്ടി നമ്മൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പഠിക്കും നമ്മൾ MS ന്റെ കൂടെ പഠിക്കുമ്പോൾ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ